ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ 6-ാമത്തെ അധ്യായത്തിലെ ധ്യാനയോഗമാണ്. യോഗം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, നമ്മളെ തന്നെ ആ ബ്രഹ്മത്തിൽ, ബ്രഹ്മം തന്നെയാണ് നമ്മളായത്, ബ്രഹ്മമാണ് നമ്മളായത്. ആ ബ്രഹ്മം നമ്മളുടെ ഉള്ളിൽ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അതെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് കർമ്മം ചെയ്യിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാനെന്ന ചിന്ത ഉണ്ടാകുമ്പോൾ എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നൊരു വിശ്വാസം വരും. എന്ന വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് വേണ്ടി എന്ന് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് തൃപ്തി കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മൾ ജനിപ്പിച്ചത് കുറേ കർമ്മങ്ങൾ ചെയ്യാനാണ്. ഒരു കർമ്മം തീരുമ്പോൾ വേറൊന്ന് ഇട്ട് തരും, വേറൊരു ആഗ്രഹം ഉണ്ടാക്കി തരും. അതുകൊണ്ടാണ് 10 കിട്ടുക 100 എന്നെല്ലാം പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് മോശം കിട്ടണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കും, അതിൻ്റെ പിന്നാലെ പോകും, അത് സാധിക്കുമ്പോൾ വേറൊരു ആഗ്രഹം മനസ്സിലിട്ട് തരും. ഇങ്ങനെ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് അത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അത് ദുഃഖത്തിലേക്ക് നയിക്കും. ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല പൂർണ്ണമായിട്ട്. അതായത് നമ്മൾ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം അടുത്ത ആഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴും ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. തീരുമ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തേ വഴിയുള്ളൂ? നമ്മൾ ആ ബ്രഹ്മമാണ് നമ്മൾ എന്ന സത്യം മനസ്സിലാക്കുക. ഇല്ലേ, ആ ബ്രഹ്മം തന്നെയായി ഞാനെന്ന ചിന്ത വിട്ട് ബ്രഹ്മത്തിലേക്ക് ചേരുക. അതാണ് യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം യോഗം കൊണ്ടുള്ള ഒറ്റ അർത്ഥമേ ഉള്ളൂ, ആ ബ്രഹ്മവുമായിട്ട് നമ്മൾ യോഗം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളല്ലെങ്കിൽ രണ്ടായിട്ട് നിൽക്കുകയാണ്. ആത്മാവ് വേറെ, ഞാൻ വേറെ. പക്ഷെ രണ്ടും ഒന്നായി മാറുമ്പോൾ നമുക്ക് പിന്നെ എന്തുണ്ടാവില്ല, ഇതെല്ലാം അത് ചെയ്യിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരു നാടകത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് വേഷം കിട്ടിയാലും, ദുഃഖമുള്ളൊരു വ്യക്തിയായിട്ടുള്ള വേഷം കിട്ടിയാലും നമുക്ക് അത് എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളത് ചെയ്തു തീർക്കാൻ ബാധ്യസ്ഥമാണ്. ആ നിലയിലാണ് നമ്മളതിനെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. ആ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ ബ്രഹ്മം തന്നെയായിട്ട് മാറും. അപ്പോൾ അതാണ് യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ധ്യാന യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഏത് സമയം യോഗയിലുള്ള ഒരു വഴിയാണ്. നമ്മൾ അതായി തീരുക. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് എന്താണോ ചെയ്തു കൊടുക്കേണ്ടത് അതങ്ങ് ഒരു നാടകത്തിലെ മാതിരി ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടെങ്കിൽ നമ്മൾ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം തന്നെ നമ്മളായി എന്ന നിലയിൽ മാറിക്കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുക. ഞാനെന്ന ചിന്ത ഒഴിവാക്കും. അതിന് നമ്മൾ മനസ്സിനെ ആ ബ്രഹ്മം കളിപ്പിക്കുന്നതിൽ നിന്നെല്ലാം മാറിയിട്ട് ആ ബ്രഹ്മത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് ആർക്ക് പറ്റില്ല? കർമ്മം ബാക്കിയുള്ളവർക്ക് പറ്റില്ല, നമുക്ക് പറ്റില്ല. ആർക്കെങ്കിലും കർമ്മം തീർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്രമത്തിൽ അങ്ങോട്ടേക്ക് പോകാം. അവരുടെ ആഗ്രഹം ഉണ്ടാവില്ല. ആഗ്രഹം ഇല്ലാതെ, അതാണ് വിരക്തി വരുമ്പോഴേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നുള്ള ഇങ്ങോട്ട് പിന്നീട് പറയാൻ പോകുന്നുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഒന്നിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, കൃഷ്ണനാണ് പറയുന്നത്, കർമ്മഫലം ആഗ്രഹിക്കാതെ ആര് കർത്തവ്യമായ കർമ്മം ചെയ്യുന്നുവോ അവൻ സന്യാസിയും യോഗിയുമാണ്. അപ്പം കർമ്മഫലം ചിന്തിക്കരുത്. കാരണം അത് നമ്മളെ കൊണ്ടൊരു കർമ്മം ചെയ്യിപ്പിക്കുന്നത് ഫലത്തിലെത്തുമോ ഇല്ലയോ എന്നുള്ളതല്ല അതിനാണ് അറിയുക. നമ്മളെ കൊണ്ടൊരു കർമ്മം ചെയ്യിപ്പിക്കുന്നുണ്ട്, അത് ഉദ്ദേശിക്കുന്ന ഫലം വേറെ എന്തെങ്കിലും ആയിരിക്കും. നമുക്കറിയില്ല എന്തിനെ കൊണ്ടാണ് നമ്മളെ കൊണ്ട് ഇതെന്തിനാ ചെയ്യിപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതിനെ അറിയുള്ളൂ എന്തിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഫലം ചിന്തിക്കുക എന്നാണ് എനിക്കാണ്. അപ്പം ഫലം ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്ന ചിന്തയെ അങ്ങ് വിട്ടു. അപ്പം ചുരുക്കി പറയുകയാണ്, എനിക്ക് വേണ്ടി എന്ന ചിന്ത ഒഴിവാക്കാൻ ഒറ്റ വഴിയുള്ളൂ,
കർമ്മഫലത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. അപ്പം അങ്ങനെ ആരെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കർമ്മം ആരില്ല, ആരുടേതല്ല, എൻ്റേതല്ല. അപ്പോൾ എന്തില്ല, അതിൻ്റെ കർത്തൃത്വവും അതിൻ്റെ കർത്താവ് ഞാനല്ല. അതേസമയം എൻ്റെ കർത്തവ്യമാണത്. ഞാനത് ചെയ്യാനാണ്, എന്നെ സൃഷ്ടിച്ചത് അത് ചെയ്യാനാണ്. ഒരു നാടകത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മളെ ജോലിയാണ് അത് ചെയ്തു കൊടുക്കുക. അതേപോലെ എൻ്റെ കർത്തവ്യമാണത്. അത് കർമ്മം ചെയ്യുന്നു, ഫലം ഇച്ഛിക്കുന്നില്ല. ഫലം ഇച്ഛിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റേതായ ചിന്തയില്ല. അവൻ സന്യാസിയാണ്, യോഗിയുമാണ്. അപ്പം സന്യാസി എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ വെടിഞ്ഞവനാണ്. അപ്പം ഇവനൊന്നില്ല, ആഗ്രഹമില്ല. അപ്പം പിന്നെ അവൻ സന്യാസിയാണ്, അവൻ യോഗിയുമാണ്. എന്താണ്? ആ ബ്രഹ്മത്തിന് വേണ്ടി. യോഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മവുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക. ബ്രഹ്മം എന്തിനാണോ എന്നെ സൃഷ്ടിച്ച ആ കർമ്മം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്, സന്യാസിയാണ്, യോഗിയുമാണ്. ഇത്രയുള്ള കാര്യം, വേറൊന്നുമില്ല. ഇതിന് വേറെ വഴികളൊന്നുമില്ല. എല്ലാം ഒരേ വഴി തന്നെ, കാര്യമെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അല്ലാതെ അഗ്നിഹോത്രാദികളെ ചെയ്യാത്തവന്, അഗ്നിഹോത്രാദികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൂജ നടത്തുന്നതല്ലാണ് ചിന്തിക്കുന്നത്. അഗ്നി കൊണ്ട് ഉപയോഗിച്ച കർമ്മങ്ങൾ. നമ്മൾ എന്ത് കർമ്മം ചെയ്യേണ്ടെങ്കിലും എന്ത് വേണം? ഊർജ്ജം ഉപയോഗിച്ചാലേ കർമ്മം ചെയ്യാൻ പറ്റും. ഇപ്പം സംസാരിക്കുന്നുണ്ടെങ്കിലും ഊർജത്തിൻ്റെ സഹായം. അതുകൊണ്ടാണ് അഗ്നിഹോത്രം എന്ന് പറയുന്നത്. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അഗ്നി ഉപയോഗിച്ച് തന്നെയാണ് നമുക്ക് ഊർജം ഉപയോഗിച്ചേ കർമ്മം ചെയ്യാൻ പറ്റും. സംസാരിക്കേണ്ടിക്ക് ഊർജം വേണം. അപ്പം നമ്മൾ ഈ അഗ്നി ഉപയോഗിച്ചുള്ള എല്ലാ കർമ്മങ്ങളും വേണ്ടാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കർമ്മത്തെ മുഴുവൻ മറ്റുള്ള കർമ്മം എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള നിലയിൽ ഉപേക്ഷിക്കുന്നത് അല്ല യോഗിയോ സന്യാസിയോ. ഇപ്പൊ യോഗമോ സന്യാസോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മം ചെയ്യാതിരിക്കലല്ല. കർമ്മം ചെയ്യാന്ന് പറഞ്ഞാല് കർമ്മം ചെയ്യേണ്ടിക്കൊന്ന് വേണം, ഊർജ്ജം ഉപയോഗിക്കണം. അപ്പൊ അഗ്നിഹോത്രാദികൾ ചെയ്യാതിരിക്കലല്ല, ഒന്നും ചെയ്യാതിരിക്കലല്ല. സന്യാസം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കലല്ല. യോഗം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കലല്ല. പിന്നെ എന്താണ്? എനിക്ക് വേണ്ടിയല്ല, എനിക്കൊരാഗ്രഹവുമില്ല എന്ന ചിന്തയിൽ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. ഒരാൾക്ക് കർമ്മം ചെയ്യാനാണ് ജനിപ്പിച്ചിരിക്കുന്നത്. ആ കർമ്മം ചെയ്തു കൊള്ളുക, അത് അതിനായിട്ട് ചെയ്തു കൊള്ളുക. ഞാനിപ്പോൾ ഇത് തുടങ്ങി, ഇപ്പം ഭഗവത്ഗീത തുടങ്ങി, ഇനിയിപ്പോൾ ഇത് തീരുന്നവരെ എനിക്ക് എൻ്റെ ജോലിയാണത്. അതൊരു ചടങ്ങായിട്ട് ചെയ്തു കൊടുക്കുക. തുടങ്ങിപ്പോയല്ലേ, ഇനിയിപ്പോൾ എങ്ങനെ അവസാനിപ്പിക്കുന്നു? ഇതൊരു എൻ്റെ ജോലിയായിട്ട് മാറിയിരിക്കുകയാണ്. ഞാനത് ചെയ്തു കൊടുക്കുന്നു. ആ നിലയിൽ പോകണം. അല്ലാതെ ഇത് എൻ്റെ ആഗ്രഹമാണ്, ഇതിങ്ങനെ ആ നിലയിലല്ല. തുടങ്ങിപ്പോയി, പിന്നെ ഇനി അതൊക്കെ പൂർത്തീകരിക്കും. അത്തരത്തിൽ എന്നെക്കൊണ്ട് ആ ശക്തി തുടങ്ങി, ഞാൻ പ്രേരിപ്പിച്ചു, ഞാൻ തുടങ്ങി. ഇനി അത് പൂർത്തീകരിക്കുന്നവരെ അങ്ങനെ പോട്ടെ, ആ നിലയിൽ പോവുക. അതിൽ എനിക്ക് പ്രത്യേക താല്പര്യങ്ങളൊന്നും ഇനിയില്ല. ഇനി 2, സന്യാസം എന്നത് യോഗം തന്നെയാണ്. സന്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ബ്രഹ്മവുമായിട്ട് ചേരാൻ ഉള്ള വഴിയാണ്. ബ്രഹ്മവുമായിട്ട് ചേരുക, ഞാനും ബ്രഹ്മവും ഒന്നായി മാറുക. ഞാനെന്ന ചിന്തയില്ലാതെ ഞാൻ ബ്രഹ്മം എന്താണോ എന്നെ ഏൽപ്പിച്ചത് അതായിട്ട് തീരുക. അതാണ് സന്യാസം. സന്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് ബ്രഹ്മത്തിൽ ചേരാൻ പോകുന്ന പോക്കാണ്. ഇതെല്ലാം വിട്ടിട്ട്, ഇതെല്ലാം വിടുകയെന്ന് പറഞ്ഞാൽ, ഈ ലോകം വിടുകയെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ, ഞാനെന്ന ചിന്ത ഉപേക്ഷിച്ച് വിട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഞാനല്ല ചെയ്യുന്നത്, ഞാൻ അങ്ങ് ചെയ്തു പോവുകയാണ്. അല്ല, എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പം പിന്നെ ആർക്ക് വേണ്ടിയാണ്? ആ ബ്രഹ്മത്തിന് വേണ്ടിയാണ്. ബ്രഹ്മമാണല്ലോ എല്ലാം. ബ്രഹ്മം എൻ്റെ കല്ലിലൂടെ വല്ല കർമ്മം ചെയ്യേണ്ടെങ്കിൽ അതങ്ങ് ചെയ്തു കൊടുക്കുന്നു, ആ നിലയിൽ വരും. അപ്പം അതും യോഗം തന്നെയാണ്. യോഗം എന്ന് പറയുമ്പോഴും ആ ബ്രഹ്മവുമായി ചേരലാണ്. സന്യാസം എന്ന് പറയുന്നതും ആ ബ്രഹ്മത്തിലേക്ക് ചേരാൻ പോകുന്നതാണ്. അത് 2 വഴിയിലൂടെ പോകുന്നതേ ഉള്ളൂ. സന്യാസത്തിലേക്ക് പോകുമ്പോൾ വിരക്തി വന്നിട്ട് പോകുന്നതാണ് സന്യാസം. നമ്മളുടെ മനസ്സിൽ വിരക്തി വരും, ഒന്നോടും താല്പര്യമില്ലാതെ വരും.
അപ്പം നമ്മൾ ബ്രഹ്മമേ ശരണം എന്ന് വെച്ച് പോകും. യോഗം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഞാനെന്ന ചിന്തയില്ലാതെ കർമ്മം ചെയ്യുന്നു. എന്താണോ ഞാൻ ചെയ്യാൻ, എൻ്റെ ജോലി തീർന്നിട്ടില്ല, ആ ചെയ്യേണ്ട ജോലി അങ്ങ് ചെയ്തു കൊടുക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. ഫലേച്ഛ കൂടാതെ യോഗിയായിത്തീരില്ല. അപ്പം ഫലം ഇച്ഛിക്കാതെ പോകണം. എന്തെങ്കിലും ഫലമുണ്ടെങ്കിൽ, ഫലം ചിന്തിച്ചുകൊണ്ടാണെങ്കിൽ യോഗിയാകാൻ പറ്റില്ല. ഇപ്പൊ ബ്രഹ്മസാക്ഷാത്കാരം നേടണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയല്ല യോഗി പോകുന്നത്, സന്യാസി പോകുന്നത്. അതിൽ വിരക്തി വന്നുകൊണ്ട് ഞാനെന്ന ചിന്ത ഉപേക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. ചെയ്യാൻ ബാധ്യസ്ഥമാണ്, ചെയ്യേണ്ടത് ചെയ്തേ പറ്റൂ. പക്ഷേ ഞാനല്ല ചെയ്യുന്നത്. ഈ ഒരു ധാരണയോടുകൂടി ചെയ്യുന്നതാണ് യോഗം. സന്യാസം എന്ന് പറയുന്നത് വിരക്തി വന്നവർക്കാണ്. അവന് പിന്നെ ചെയ്യാനൊന്നും ഇല്ല. അപ്പോൾ അവൻ പോകുമ്പോഴും ഒരു കർമ്മം അവൻ ചെയ്യുന്നതുകൊണ്ട് പിന്നത്തെ കർമ്മം എന്താണ്? എങ്ങനെയെങ്കിലും ആ ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നവരെയുള്ള ആ കർമ്മം. സന്യാസത്തിന് പറഞ്ഞ ഒരു വഴിയുണ്ട്, അതിലൂട്ട് അവൻ സഞ്ചരിച്ചു. അതും ഒരു കർമ്മം തന്നെയാണ്. അങ്ങനെ പോയാണ് അവൻ ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നത്. ആ വ്യത്യാസമേ ഉള്ളൂ. ആ നേച്ചർ ഓഫ് ജോബിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് കർമ്മം തീർന്നവൻ്റെയാണ്, അത് സന്യാസം. അത് വിരക്തി വന്നവൻ്റെ. യോഗയിലോട്ട് കഴിയുമ്പോൾ കർമ്മം തീർന്നില്ല. ആ കർമ്മം, ഈ കർമ്മം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുരോഗതിയായിട്ട് ബന്ധപ്പെട്ട ഭൗതിക കർമ്മമാണ്. സന്യാസി എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ കർമ്മങ്ങളും തീർന്ന് ഇനി ബ്രഹ്മത്തിൽ പോയി ലയിക്കാനുള്ള കർമ്മമാണ് നിശ്ചയമുള്ളത്. മറ്റേ യോഗി എന്ന് പറയുന്നത് അവന് കുറേ ജോലിയുടെ തീർത്ത് കുടുംബത്തിൻ്റെ എന്തെല്ലോ കാര്യങ്ങളുണ്ട്, രാഷ്ട്രത്തോടോ എന്തെല്ലോ കാര്യങ്ങളുണ്ട്. അത് പക്ഷേ അവൻ എനിക്ക് വേണ്ടിയല്ല എന്ന ചിന്തയോടുകൂടി ചെയ്തു പോകുന്നു. ഇനി 3, കർമ്മയോഗം ചിന്തിക്കുന്ന മുനിക്ക് കർമ്മമാർഗം എന്ന് പറയുന്നു. കർമ്മയോഗത്തിലൂടെ ഒരാൾ, അതായത് അവനവൻ്റെ കർമ്മമെല്ലാം ചെയ്തുകൊണ്ട് നിസ്വാർത്ഥ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നവനെ മുനിക്ക് കർമ്മമാർഗം എന്ന് പറയുന്നു. യോഗ സിദ്ധി പിന്നീട് കൈവരും. അങ്ങനെ ചെയ്യുന്നവൻ, അങ്ങനെ ആർക്കെങ്കിലും എനിക്കെന്ന ചിന്തയില്ലാതെ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തു പറ്റും? യോഗസിദ്ധി പിന്നീട് കൈവരും. അത് ശമം കാരണമാണെന്ന് പറയുന്നു. അവസാനം അവനെന്ത് പറ്റും? അവനെല്ലാത്തിലും ബ്രഹ്മത്തിൻ്റെ നിലയിൽ കർമ്മം ചെയ്തു പോകും. ബ്രഹ്മത്തിനായി ചെയ്തുകൊണ്ടുപോകും. ലോക നന്മക്കായിട്ട് അവനെപ്പറ്റി ചിന്തിക്കാതെ ലോക നന്മക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു പോയി അവസാനം അതിൽ പോയി ലയിക്കും. ഇനി 4, വിഷയത്തിലും കർമ്മത്തിലും ആസക്തിയില്ലാതെ. അപ്പം വിഷയങ്ങൾ പലത് വരും, അതിൽ ആസക്തി ഉണ്ടാകാൻ പാടില്ല, ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല. കർമ്മത്തിലും പലതര കർമ്മങ്ങളുണ്ടാവും, പലതരം വിഷയങ്ങളുണ്ടാവും. വിഷയം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്നിട്ട് എന്നോട് വെള്ളം ചോദിക്കുകയാണ്, ഒരു വിഷയം ഉണ്ടാകുന്നത്. ഒരാൾ ദാഹിച്ച ആൾ വെള്ളം ചോദിക്കുകയാണ്, കൊടുക്കുകയാണ്. അതിൽ ആസക്തിയൊന്നുമില്ല, നമുക്കെന്തില്ല, ചോദിച്ചു കൊടുത്തു. അതിന് പൈസ വേണമെന്നോ മറ്റേ ഒന്നും ചിന്തയില്ല. എൻ്റെ അടുത്ത് വെള്ളമുണ്ട്, അങ്ങ് കൊടുത്തു, അത്രയേ ഉള്ളൂ. വെള്ളത്തിന് പൈസ വാങ്ങാലോ മറ്റേ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല, കൊടുത്തു, അത്രയാണ്. കർമ്മത്തിലും മറ്റുള്ള കർമ്മങ്ങൾ, സാധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ കർമ്മങ്ങൾ, പ്രപഞ്ചത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല. ആ ആസക്തിയില്ലാത്ത മനോവ്യാപാരവും ത്യജിച്ചവൻ, മനസ്സിലുള്ള വ്യാപാരങ്ങൾ ത്യജിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവൻ യോഗാരൂഢൻ എന്ന് പറയുന്നു, അഥവാ യോഗത്തെ പ്രാപിച്ചവൻ എന്ന് പറയുന്നു. അപ്പം മനസ്സിനെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കുക, ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തങ്ങ് കൊടുത്തു വിടുക. ഇങ്ങനെയുള്ളക്ക് അവന് വിഷയത്തിലൊന്നും താല്പര്യം ഉണ്ടാവില്ല, കർമ്മത്തിലും വലിയ താല്പര്യമൊന്നും ആസക്തിയൊന്നും ഉണ്ടാവില്ല. കർമ്മം ചെയ്യും, അത് എനിക്ക് വേണ്ടി എന്ന നിലയിലൊന്നും ആയിരിക്കില്ല.
പക്ഷെ ചെയ്യേണ്ടതങ്ങ് ചെയ്തു കൊടുക്കും. അതിൽ ആസക്തിയൊന്നുമില്ല. അവൻ യോഗാരൂഢൻ അഥവാ യോഗത്തെ പ്രാപിച്ചവൻ എന്ന് പറയുന്നു. അവൻ യോഗമായ അതൊരു യോഗമാണ്. ബ്രഹ്മവുമായിട്ട് ചേർന്നുകൊണ്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്. അതായത് പ്രപഞ്ചത്തിന് വേണ്ടിയാണ് അവൻ ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെയാണ്. പ്രപഞ്ചത്തിന് വേണ്ടിയാണ് അവൻ്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത്. 5, ഇത് സ്വയം ഉദ്ധാരണത്തിലൂടെ നേടണം. ഇത് അവനവൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ആർക്കും അത് നമ്മളെ ജീവിതത്തെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകലാണ്. ഇപ്പം രാഷ്ട്രത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന കുറേ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അവനവൻ്റെ ജീവിതം തന്നെ ത്യജിച്ചവരുണ്ട്, കഷ്ടപ്പെട്ടവരുണ്ട്. അവരെല്ലാം അവനെപ്പറ്റി ചിന്തിച്ചിട്ടല്ല അവൻ ചെയ്തിരിക്കുന്നത്. അവരൊന്നും ആത്മീയക്കാരൊന്നുമല്ല. ഇന്ന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് ചിലവർ ജീവത്യാഗം ചെയ്തിട്ടുണ്ട്. അവരൊന്നും ചെയ്തിരിക്കുന്നത് അവന് വേണ്ടിയല്ല, അവനും അവൻ്റെ കുടുംബത്തെയും മറന്നുകൊണ്ടാണ് അവർ പോയിരിക്കുന്നത്. അതാണ് യോഗം, അതാണ് കർമ്മയോഗം. അത് സ്വയം ഉദ്ധാരണത്തിലൂടെ നേടണം. അവർ സ്വയം ഉദ്ധരിക്കപ്പെടുകയാണ്, സ്വയം താഴ്ത്തപ്പെടുകയല്ല. ഞാൻ ഈ ലോകത്തു നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്ന തരത്തിലല്ല അവർ പോയിരിക്കുന്നത്. അവർ സ്വയം ഉദ്ധരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ലോകത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ അവരെ തന്നെ ബലി കഴിപ്പിച്ചു. സ്വയം താഴുകയല്ല ചെയ്തത്. അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ഓടുന്ന പരിപാടിയല്ല ഉള്ളത്. അപ്പോൾ എന്നിട്ട് സ്വയം താഴരുത്. താൻ തന്നെ തൻ്റെ ബന്ധുവും ശത്രുവും. ഞാൻ തന്നെയാണ് എൻ്റെ ബന്ധുവും, ഞാൻ തന്നെയാണ് എൻ്റെ ശത്രുവും. വേറെ ശത്രുക്കളൊന്നുമില്ല. നാം തന്നെയാണ് നമ്മളെ ഉദ്ധരിക്കുന്നതും താഴ്ത്തുന്നതും. ഇനി 6, തൻ്റെ മേൽ നമുക്ക് നിയന്ത്രണം ഉണ്ടെങ്കിൽ ആ ആത്മാവ് നമ്മുടെ ബന്ധുവാണ്. നമ്മളെ ആത്മാവിൽ നിയന്ത്രണമുണ്ട്, നമ്മിൽ തന്നെ നിയന്ത്രണമുണ്ട്. ആ വിചാരങ്ങൾക്കൊന്നും അടിമപ്പെടാതെ നമുക്ക് ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പോവുകയാണെങ്കിൽ ആ ആത്മാവ് നമ്മളുടെ ബന്ധുവാണ്. നേരെ മറിച്ച് നമ്മൾ ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വശംബദ്ധരായിട്ടാണ് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആത്മാവ് തന്നെ നമുക്ക് ശത്രുവായിട്ട് മാറും. അപ്പം താൻ എന്ന് പറയുന്നത് ആത്മാവ്, ഞാനെന്ന ചിന്ത. ആത്മാവ് എന്ന് പറയേണ്ട, ഞാനെന്ന ചിന്ത. ഞാനെന്ന ചിന്ത തന്നെ എൻ്റെ ശത്രുവായി തീരും. ഞാൻ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട്, ആത്മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാനുള്ള, എന്നെ സൃഷ്ടിച്ചത് ചില കർമ്മങ്ങൾ ചെയ്യാനാണ്. അതാണ് ആത്മാവ്, ആ പ്രോഗ്രാം. ആ പ്രോഗ്രാമുമായി ഞാൻ ചേർന്ന് വെച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യുകയാണ്. എൻ്റെ ജോലിയാണിത്. ഇത് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാനും ആത്മാവും ചേർന്ന് കൊണ്ടാണ് പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ ബന്ധുവായിട്ട് ആത്മാവ് മാറും, അല്ലെങ്കിൽ ആത്മാവ് എൻ്റെ സുഹൃത്തല്ലായിട്ട് മാറും. നേരെ മറിച്ച് ആത്മാവൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നാം നിസ്സാർത്ഥ കർമ്മം ചെയ്യണം, ഇന്ന കർമ്മം സാധിപ്പിച്ചെടുക്കണം. പക്ഷേ അത് എൻ്റെ എന്ന ചിന്തയിൽ കൂടി വരുമ്പോൾ നമ്മൾ ആത്മാവിൽ നിന്നും മാറുകയാണ്. ആത്മാവിൻ്റെ കർമ്മമല്ല ചെയ്യുന്നത്, ഞാൻ നമ്മളെ കർമ്മമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ദോഷമെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് അപ്പം ഈ ഞാൻ തന്നെ നമ്മുടെ ശത്രുവായിട്ട് മാറും. 7, 8 മനോജയം നേടിയവൻ ശാന്തമായിരിക്കുന്നവൻ. അങ്ങനെ മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ച് വിചാരങ്ങളെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വല്ലതും കാണുകയും കേൾക്കുകയെല്ലാം ചെയ്യുമ്പോൾ ചാടിപ്പിടിച്ച് പോകാതെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നിൽക്കുന്നവൻ, ശാന്തമായിരിക്കുന്നവൻ. ശീതം ഉഷ്ണമല്ലേ ഒരേപോലെ സമതയോടെ, നല്ല ശീതമുണ്ട് നല്ല ഉഷ്ണമുണ്ടെങ്കിൽ അതിനെല്ലാം ഒരേ സമഭാവത്തിലൂടെ കാണുക. മാനവും അപമാനവും എന്നിവയും സമഭാവത്തിൽ പുലർത്തുന്നവൻ. മാനവും അഭിമാനവും ഒന്നുമില്ല. ആരെങ്കിലും പരിഹസിക്കുന്ന അവിടെ ഇരുന്ന് പരിചോട്ടെ, നമുക്ക് അതൊന്നും നമ്മളെ യേശില്ല. അങ്ങനെയുള്ള മനനിയന്ത്രണം ഉണ്ടാകണം. ആധ്യാത്മജ്ഞാനവും ശാസ്ത്രജ്ഞാനവും എത്രത്തോളം ഉണ്ടോ അതിൽ നമ്മൾ തൃപ്തിയായിരിക്കണം. വെറും ജ്ഞാനത്തിൻ്റെ പിന്നാലെ ഓടുന്നവനെ
ശാന്തി ലഭിക്കില്ല. നമുക്കെന്തല്ലോ ജ്ഞാനമുണ്ട്, ആ ജ്ഞാനത്തിൽ നമ്മൾ സംതൃപ്തനാണ്. ഇന്ദ്രിയ ജയം, ഇന്ദ്രിയങ്ങൾ പറയുന്ന അനുസരിച്ചൊന്നും ചാടാൻ ഞാൻ തയ്യാറില്ല. ഞാൻ ചെയ്യേണ്ട കർമ്മം ചെയ്യും. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കലുമില്ല. ഒരാൾ വെള്ളം ചോദിക്കുന്നു, എൻ്റെ കണ്ണ് പറയുന്നു, ഒരു ചെവി പറയുന്നു, ഒരാൾ വെള്ളം ചോദിക്കുന്നു ദാഹിച്ചിട്ട്. ഞാൻ ഇന്ദ്രനിഗ്രഹ നീ പറയുന്നൊന്നും വേണ്ട, ഞാൻ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല, കേട്ടാലും ഞാൻ അത് സ്വീകരിക്കുന്നില്ല എന്നല്ല. കേട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ചോദിച്ചാൽ കൊടുക്കേണ്ട എൻ്റെ ധർമ്മമാണ്. അത് നമ്മുടെ ബുദ്ധി തന്നെ പറയാൻ ധർമ്മം തന്നെയാണ്. വെള്ളം ചോദിച്ചാൽ കൊടുക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രതീകമല്ലേ, ഒരു ഭാഗമല്ലേ. അങ്ങനെ വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത് ഇന്ദ്രിയം കാണിച്ചു തരുന്നതിനെ എല്ലാം സ്വീകരിക്കാതെ തള്ളിക്കളയലല്ല. നേടിയവൻ എന്താണ് അവന് സംഭവിക്കുക? അവൻ കട്ട, മണ്ണ്, മൺകട്ട, കല്ല്, പൊന്ന് ഇവയെ ഒരേ നിലയിൽ കാണുന്നു. കട്ടയായാലും കല്ലായാലും എല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെ തന്നെയാണ്. അത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പലതരം വസ്തുക്കളില്ലേ ഈ ഭൂമിയിൽ തന്നെ, എന്തെല്ലാം ഉണ്ട്. സ്വർണം പോലെ തിളങ്ങുന്ന വസ്തുക്കളില്ലേ, ചില ഷീറ്റുകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നല്ല സ്വർണത്തെ കാട്ടിയും തിളങ്ങും. അപ്പം അതിൻ്റെ വാല്യൂ ചിന്തിച്ചുകൊണ്ട് ഇതിന് കുറേ വില കിട്ടും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ സ്വാർത്ഥമതികളാകുന്നത്. അല്ലാതെ കല്ല്, ഇരുമ്പ് എല്ലാം ഒരേ സാധനം തന്നെ. ബ്രഹ്മം പല രൂപത്തിൽ മാറിയിട്ടുണ്ട്. ആ നിലയിൽ കാണാൻ നമുക്ക് പറ്റണം. അതിൽ എന്തോന്ന് വലിയ ദിവ്യത്വം നമ്മൾ കാണുകയാണെങ്കിൽ കല്ലിലും സ്വർണത്തിലും രണ്ടും രണ്ട് തരം വസ്തുവാണ്, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ചെറിയൊരു നട്ടുണ്ടാവും, വലിയൊരു നട്ടുണ്ടാവും. ഈ രണ്ട് കാണുമ്പോൾ നമുക്ക് വരെ പ്രത്യേകം എന്തോന്ന് തോന്നുമോ? ഇരുമ്പിൻ്റെ ഒരു നട്ട്, ഒന്ന് കുറച്ച് ചെറുത്, മറ്റേ കുറച്ച് വലുത്. രണ്ടും എന്താണ്? നമുക്ക് സമഭാവനയാണ്. ഒന്ന് ഒരുത്തിയിൽ ഉപയോഗിക്കാൻ പറ്റും, മറ്റൊന്ന് ഒരുത്തിയിൽ ഉപയോഗിക്കാം. അത്രയും അതിന് പ്രാധാന്യമുള്ളൂ. അതുമാതിരി തന്നെ സ്വർണവും പലതരം വസ്തുക്കൾ പല ആവശ്യത്തിന് വേണ്ടിയാണ്. ആ ഒരു ഫീലിങ്ങിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അല്ലാതെ അതെന്തോ ആണ്, അത് നേടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തും എന്നുള്ള ഉള്ള ഒരു ആർത്തി പിടിച്ചാൽ പോയി. അപ്പം ഇങ്ങനെയെല്ലാം തുല്യമായി പരിഗണിക്കുന്നവൻ യോഗയുക്തനാണ്. ഇനി 9ാമത്തെ, സുഹൃത്ത്, മിത്രം, ശത്രു, ഉദാസീനൻ, വെറുക്കപ്പെട്ടവൻ, സുഖം, നല്ലവൻ, പാപി ഇവരെയെല്ലാം സമബുദ്ധിയോടെ കാണുന്നവൻ വിശിഷ്ടനാണ് എന്ന് പറയുകയാണ്. അപ്പം നമുക്ക് എല്ലാത്തിനെയും ഒരേപോലെ, ശത്രുവിനെയും മിത്രത്തെയും എല്ലാം ഒരേപോലെ കാണണം. എപ്പോഴാണ് ശത്രുതയും മിത്രത ഉണ്ടാകുന്നത്? ഞാൻ എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ, ഞാൻ അപ്പം എൻ്റെ ആള്, ഇത് എനിക്ക് പാരവെക്കുന്ന ആള്, അപ്പോഴാണ് ശത്രുത വരുന്നത്. ഞാൻ എന്ന ചിന്ത ഇല്ല എങ്കിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. ഇതിനെല്ലാം ശരിയാണെങ്കിൽ ഞാനെന്ന ചിന്ത ഒഴിവാകണം. അതാണ് ഈ പറയുന്നതെന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാനെന്ന ചിന്ത ഒഴിവാക്കാൻ പറ്റണം. ആർക്കാണിത്? ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർ, ആത്മീയതയിലേക്ക് പോകേണ്ടവർക്ക്. നമ്മളെപ്പോലെ സാധാരണക്കാരന് പറഞ്ഞതല്ല ഈ കാര്യം. കർമ്മം തീർന്ന് വിറക്തി വന്നവർക്ക്, ഇനി ബ്രഹ്മമേ ഉള്ളൂ, ഈ കാണുന്നതെല്ലാം മിഥ്യ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നവന് അത് കോടി ആളുകളിൽ ഒന്നോ രണ്ടോയെ കണ്ടെന്ന് വരുള്ളൂ. അതാണ് ആത്മീയത. ഇന്ന് കൊട്ടിഘോഷിക്കുന്ന മാതിരിയുള്ള ആത്മീയതയല്ല, ആത്മീയതയൊന്നും അല്ലത്. അവർക്കൊന്നും ഇതിൻ്റെ അടുത്ത് ഇന്നത്തെ ആത്മീയക്കാർ ആദ്യം തന്നെ എന്താണ്? തമ്മിത്തല്ലിയാണ്, ജാതിയും മതവും പറഞ്ഞു പോകുന്നത്. എൻ്റെ ദൈവം, നിൻ്റെ ദൈവം, എൻ്റെ ദൈവം, നിൻ്റെ ദൈവം, ആകെ ഒരു ദൈവമേ ഉള്ളൂ. ഇങ്ങനെ രണ്ടായി കാണുന്നവർക്ക് എവിടെയാണ് ആത്മീയത? എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുന്നവൻ എന്താണ് ആത്മീയത? അതാണ് ആത്മീയത. ഈ പറഞ്ഞുകൊണ്ടുവരുന്നത് ഞാനെന്ന ചിന്ത ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. ആ ഒരു വകുപ്പ് അതിൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ നിസ്വാർത്ഥ കർമ്മം ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അധികം ആത്മീയത ഉള്ളത് ആരിലാണ്? രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവിതം പോലും ബലികഴിച്ചവർ. ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ തന്നെ മറന്നുകൊണ്ട് ആ ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർ.
അവരിലാണ് ആത്മീയവാദികൾ. അത് പിന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും ഒന്നായി കാണാൻ പറ്റുന്നവർക്കേ ആത്മീയതയുള്ളൂ. ഇന്ന് കാണുന്ന ഒന്നും ആത്മീയതയല്ല. വേദം പറയുന്ന ആത്മീയല്ല, അത് എന്തെല്ലോ ആണ്. ഇനി 10ാമത്തെ യോഗിയാണ്ടികൾ. അപ്പൊ സന്യാസത്തിലേക്ക് മനനിയന്ത്രണത്തിലൂടെ പോകുന്ന ധ്യാനയോഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇനി യോഗി വിജനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്തിട്ട് ഏകാഗിയായിട്ട് സ്ഥിതി ചെയ്യണം. അപ്പോൾ ഒരു യോഗയിലൂടെ ധ്യാനിച്ചുകൊണ്ട് ഒരാൾ സന്യാസത്തിലേക്ക് എത്തിച്ചേരണ്ടെങ്കിൽ, ബ്രഹ്മത്തെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടാം. ഈ ഭൗതിക ലോകമെല്ലാം ഒരേപോലെ, എല്ലാം ഒന്നാണ്, ബ്രഹ്മമാണ് എന്ന് ദർശിച്ചുകൊണ്ട് ഒരാൾ സന്യാസത്തിലേക്ക് പോകുന്ന കാര്യമാണ് ധ്യാനയോഗത്തിലൂടെ പറയാൻ പോകുന്നത്. യോഗി എന്തു വേണം? വിജനമായ സ്ഥലത്ത്, ആരുമില്ലാതെ, ശല്യം ചെയ്യാത്ത സ്ഥലത്ത് പോയിരിക്കണം. യോഗിയായ പിന്നെ ആളുകളുടെ കൂട്ടമൊന്നും പറ്റില്ല. അയാൾ വിജനമായ സ്ഥലത്ത് തനിച്ച് ഏകയായി ഇന്ദ്രിയങ്ങളെയും മനസ്സുകളെയും നിയന്ത്രിച്ചിട്ട് നിഷ്കാമനായി, ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാതെ സർവദാ ആത്മാവിൽ ലയിച്ചിരിക്കണം. ആരിൽ നിന്നും ഒന്നും വാങ്ങാതെ ആത്മാവിൽ തന്നെ അങ്ങ് ലയിച്ചിരിക്കുക. ആ ബ്രഹ്മത്തെ മാത്രം, ബ്രഹ്മമേ ഉള്ളൂ, ഒന്നുമല്ല, എല്ലാം ബ്രഹ്മമാണ് എന്ന നിലയിൽ ജീവിക്കാൻ പറ്റണം. ആർക്കാണത് പറ്റുക? അതാണ് സന്യാസത്തിലേക്ക് പോകാനുള്ള വഴി തന്നെയാണ് ധ്യാനയോഗത്തിലൂടെയെല്ലാം വരുന്നത്. ഇതാണ് ആത്മീയത. ഈ ആത്മീയത ആർക്കാണ് ഇഷ്ടപ്പെടുക? കുടുംബത്തെയെല്ലാം വിട്ടിട്ട് പോകുന്നത് നടക്കുന്ന കാര്യമാണോ? നമുക്കെല്ലാം പറ്റുന്നതാണോ? അതായത് ഇന്ന് പറയുന്ന ആത്മീയതയൊന്നും നമുക്ക് പറ്റിയതല്ല, നമുക്കുള്ള മാർഗമല്ല. നമുക്കുള്ള മാർഗം എന്താണ്? നമ്മളെപ്പറ്റിയുള്ള ചിന്ത മറന്നുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മയോഗം അതേ നമുക്ക് വിധിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇന്ന് ആത്മീയവാദികൾ പോലെ എല്ലാവരും സന്യാസിക്കുക, ബ്രഹ്മത്തെ പറ്റി ചിന്തിച്ചു അടക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാം കളയണം, വീട്ടുകാരെ എല്ലാം കളയണം. എന്നിട്ട് ഏതെങ്കിലും വിജനമായ സ്ഥലത്ത് പോയിരുന്നിട്ട് എപ്പോഴും ബ്രഹ്മത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതാർക്കേ പറ്റുകയുള്ളൂ? കർമ്മം തീർന്നവനെ പറ്റുകയുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഇത് പറ്റില്ല. അല്ലാത്തവർക്ക്, നമ്മളെപ്പോലെയുള്ളവർക്ക് സജസ്റ്റ് ചെയ്തത് കർമ്മയോഗമാണ്. ഞാനെന്ന ചിന്ത ആദ്യം എടുത്ത് കളയണം. അതാർക്ക് പറ്റും? അതും പറ്റില്ല. അതുകൊണ്ട് ഈ ഭഗവത്ഗീതയൊന്നും പറഞ്ഞു നടക്കാനുള്ള പറ്റിയതല്ല. അതാണ് വെച്ചിരുന്നവൻ, വേണ്ടവൻ വന്ന് വായിച്ച് മനസ്സിലായിക്കോളൂ. ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല നമ്മൾ. അതാദ്യം മനസ്സിലാക്കിയാൽ ഈ ആത്മീയതയുടെ പിന്നാലെ പോകാതെ ലോക നന്മക്കായിക്കൊണ്ട് കർമ്മം ചെയ്യുക. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ലോകത്തിലെ പുരോഗതിക്ക് വേണ്ടി കർമ്മം ചെയ്യാനാണ്. ഞാനെന്ന ചിന്ത കളയുക. എന്നിട്ട് ലോക നന്മക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. നിസ്വാർത്ഥ കർമ്മം, ഫലം പ്രതീക്ഷിക്കാതെ. ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന മാർഗം, കർമ്മയോഗം. അല്ലാതെ വേറൊന്നും ഈ ലോകത്തിലില്ല. ബാക്കിയുള്ളത് വിരക്തി വന്നവന്, ഇനി അവന് ജീവിതത്തിലൊന്നും വർക്കില്ല എന്ന് ആ ശക്തി തീരുമാനിച്ചു. അവനവൻ്റെ ജോലിയെല്ലാം ഇത്രയും യുഗങ്ങളിലൂടെ ചെയ്തു കഴിഞ്ഞു. കുറേ കാലമായിട്ട് ജനിച്ചു മരിച്ചുമായിട്ട് ഇപ്പോൾ എത്തുമ്പോൾ തീർന്നവന് ഈ മാർഗത്തിലൂടെ പോകാം. ഏതെങ്കിലും വിജയകരമായ സ്ഥലത്ത് പോയിരിക്കുക, ആരോടൊന്നും ചോദിക്കാതെ. എന്തിനാ ചോദിക്കുന്നത്? ശരീരത്തെ കളയാൻ പോവുകയാണ്, ബ്രഹ്മത്തിൽ പോയി ലയിക്കാൻ പോവുകയാണ്. പിന്നെ ഭക്ഷണം പോലും എന്തിനാ? വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. 11:12 എന്ത് പറയുന്നു? അതായത് ശുദ്ധമായ ഒരു സ്ഥലത്ത് പോയിരിക്കുക. കുറച്ച് ശുദ്ധി വേണം, കാരണം വളരെ ചളിയിലൊന്നും പോയിരിക്കേണ്ട ആവശ്യമില്ല. ശുദ്ധമായും സമനിരപ്പ് ഉയർന്നതും താണിയായി പോരുത്, കുഴി പോയിരിക്കരുത്. അതുമാതിരി നല്ല കുന്നിൻ്റെ മുകളിൽ നല്ല സുഖമായിട്ട് എല്ലാം ചുറ്റും കാണാമെന്നുള്ള സ്ഥലത്തിലൊന്നും വേണ്ട. നിരപ്പായ ഒരു സ്ഥലത്ത്, സുഖമായ ഒരു സ്ഥലത്ത് ഇരിക്കുക. എന്നിട്ടോ ദർഭപ്പുല്ലോ കൃഷ്ണമൃഗത്തിൻ്റെ തോലോ അവയുടെ മേലെ വിരിച്ചിട്ട്, തറയിൽ വിരിക്കാനല്ല, കല്ല് കൊണ്ടു കഴിഞ്ഞാൽ വല്ല മനസമാധാനം കിട്ടും, മനസ്സിന് ഒരു ഇത് കിട്ടൂല. ഒരു സുഖം കിട്ടണ്ടെങ്കിൽ ദർഭപ്പുല്ല് വിരിക്കുക.
അപ്പം അതിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അടിയിൽ നിന്ന് കുത്തൂല്ല. കല്ലെല്ലാകുമ്പോൾ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഈ ദർഭപ്പുല്ല് പറഞ്ഞ ദർഭപ്പുല്ല് വിരിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. അല്ലെങ്കിൽ മാനിൻ്റെ കൃഷ്ണമൃഗത്തിൻ്റെ തോലാണെങ്കിൽ ഇരിക്കാൻ നല്ല സുഖമായിരിക്കും. സുഖത്തിന് വേണ്ടിയല്ല ഇത്, നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാനാണ്. അല്ല സുഖം കിട്ടാൻ വേണ്ടിയല്ല. മനസ്സിനെ നിയന്ത്രിക്കേണ്ടി അടിയിൽ നിന്ന് കല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെയല്ല അനങ്ങണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. അല്ലാതെ കൃഷ്ണമൃഗത്തിൻ്റെ അതുകൊണ്ടെന്ന സിംഹത്തിൻ്റെ തോലുമ്മൽ ഇരുന്നിട്ട് ഞാൻ വലിയ എന്തോ ആണെന്ന് കാണിക്കുന്ന തരത്തിൽ ഇരിക്കാനൊന്നും അല്ല ഇത്. നമുക്ക് കല്ലോ മുള്ളോ എന്തൊക്കെ തറച്ച് കഴിയുമ്പോൾ ആടെ ഇരിക്കുക. ഉറുമ്പ് ചിലപ്പം കടിക്കും. ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞെട്ടി. അപ്പോൾ യോഗയിലേക്ക് ഇരിക്കുമ്പോൾ നല്ലൊരു ശാന്തമായ നിരപ്പായ സ്ഥലത്ത് ഇരിക്കുക, മനസ്സേകാഗ്രമാക്കുക. എന്നിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കുക, ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുക. ഇന്ദ്രിയങ്ങളെ ഒന്നും പിന്നെ കണ്ണ് മൂക്ക് ഇത് കാണിയും കടിക്കൊന്നും വേണ്ട, മനസ്സതിലേക്ക് ആക്കുക. ഒരു ഗുരുവും വേണ്ട. ആത്മീയതയിലേക്ക് പോകേണ്ടവർക്കുള്ള വഴിയാണ് ഈ പറഞ്ഞു തരുന്നത്. ഒരു പൂജയും നടത്താനൊന്നും പറയുന്നില്ല, ഫോട്ടോവും വെച്ച് പൂജിക്കാനൊന്നും പറയുന്നില്ല. വളരെ സിമ്പിളാണ്, ആർക്കും പോകാം. ഇതാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. വളരെ ലളിതമാണ്. വീട് വിട്ടിറങ്ങുക, ഏതെങ്കിലും ഒരു വിജനമായ ആരെ ശല്യം ഇല്ലാതെ ഒരു സ്ഥലം നോക്കുക, നിരപ്പായ സ്ഥലം നോക്കുക, വല്ല ദർഭപ്പുല്ലും പിരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരാളെ ശല്യം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ യോഗം അഭ്യസിക്കണം, ഇങ്ങനെ യോഗം അഭ്യസിക്കണം. അല്ലാതെ അവിടെ പോയി പ്രഭാഷണം കേൾക്കാനും വല്ല അമ്പലത്തിൽ പോയിട്ട് പൂജ നടത്തിയിട്ട് ഇതുകൊണ്ടൊന്നും ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. പിന്നെയോ 13-14 ശരീരം കഴുത്ത് തലയെല്ലാം നേരെ വെക്കണം. ഇരിക്കുമ്പോൾ ഒരു ഉഷാറ് നേർന്നിരിക്കണം, കാരണം രക്തോട്ടമെല്ലാം ശരിക്ക് വരണം. എന്നിട്ട് നാസികയുടെ അഗ്രത്തിൽ, മൂക്കിൻ്റെ അഗ്രത്തിൽ കണ്ണ് ദൃഷ്ടി പതിപ്പിക്കുക. വേറെ ഏടിയും നോക്കരുത്. എത്ര വളരെ ലളിതമാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിന്. എല്ലാവർക്കും ഈ ആത്മീയത എന്ന് പറഞ്ഞ് നടക്കുന്നവർ വേറെ പ്രഭാഷണമൊന്നും കേൾക്കാൻ വേണ്ട. കൃഷ്ണൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേമാതിരി ഏതെങ്കിലും സ്ഥലത്തിട്ട് മൂക്കിൻ്റെ അറ്റവും നോക്കിക്കൊണ്ടിരിക്കണം, അഗ്രത്തിൽ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, വിചാരങ്ങളില്ലാതെ. പിന്നെ ഒരു വിചാരവും പാടില്ല. വീട്ടിലെ കാര്യമൊന്നും ആലോചിക്കരുത്, മക്കളെ പറ്റിയോ അച്ഛനെ പറ്റിയോ ഒന്നും ആലോചിക്കരുത്. അതെല്ലാം വിട്ട് എനിക്ക് ഈ ഭൗതിക ലോകമായിട്ട് ഒരു ബന്ധവുമില്ല, ആ ബ്രഹ്മചിന്തയിൽ മുഴുകണം. ഇതാണ് ധ്യാനയോഗം. അല്ലെ ഫോട്ടോൻ്റെ ആവശ്യമില്ല, ഒരു ചുക്കുമില്ല, ഒരു ചെലവുമില്ല. ഇത്രയും സിമ്പിളായ മാർഗം ഉള്ളവരും പിന്നെ എന്തിനാണ് മറ്റുള്ളതിൻ്റെ പിന്നാലെ പോകുന്നത്? ഇനി 15 ഇങ്ങനെ മനനിയന്ത്രണം ചെയ്ത് എന്നിൽ പ്രതിഷ്ഠിതമായിരുന്നാൽ ശാന്തി ലഭിക്കും. അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് എന്നിൽ പ്രതിഷ്ഠിതമാവുക. എന്നിൽ പ്രതിഷ്ഠിതമാവുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ. കൃഷ്ണൻ എന്നൊരു കഥാപാത്രത്തെ ഒന്ന് ചിന്തിച്ചേക്ക്. ഇപ്പം കൃഷ്ണൻ എന്നൊരു കഥാപാത്രത്തിലൂടെ പറയുമ്പോൾ തന്നെ കൃഷ്ണൻ ആ ബ്രഹ്മമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതിൽ മനസ്സേകാഗ്രമാക്കി ആ ബ്രഹ്മത്തിൽ മാത്രം, ബ്രഹ്മമേ ഉള്ളൂ, ആ ഒരു ചിന്തയിൽ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ശാന്തി ലഭിക്കുക. ശാന്തി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. 100% ഗ്യാരണ്ടിയാണ് ശാന്തി ലഭിക്കും. എല്ലാ ചിന്തയും ഒഴിവാക്കിയാൽ തന്നെ ശാന്തിയാണ്. ഇനി 16 അധികം ആഹാരം കഴിക്കുന്നവനും ഒട്ടും പട്ടിണി കിടക്കുന്നവനും യോഗമില്ല. ഇപ്പം വാരി വലിച്ച് തിന്നുന്നവന് യോഗം ഈ ഇതിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റില്ല. പട്ടിണി കിടന്നതുകൊണ്ടും ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റില്ല. ഒട്ടും ഉറങ്ങാത്തവനും കണ്ടമാനം ഉറങ്ങുന്നവനും ഇതില്ല, യോഗമില്ല. പിന്നെ 17 ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക. ജീവൻ നിലനിർത്താൻ വേണ്ടി, എണീച്ച് നടക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കുക. വളരെ ലളിതമാണ്, ചിലവൊന്നും ഇല്ല. ആത്മീയതയിലേക്ക് പോകാനുള്ള വഴിയാണിത് പറഞ്ഞു തരുന്നത്. വിജനമായ സ്ഥലം എത്രയുണ്ട്, ആരും ശല്യമില്ലാതെ. ആവശ്യത്തിന് മാത്രം ഭക്ഷണം, സമചിത്തതയോടെയുള്ള പ്രവർത്തനം. സമചിത്ത എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയല്ല,
ദുഃഖവും അത് നല്ല പ്രവൃത്തിയാട്ടെ മോശം പ്രവൃത്തിയാട്ടെ അങ്ങനെ ചിന്തയൊന്നുമില്ല, നല്ലോ മോശമൊന്നും എന്നുള്ള ഒരു ചിന്തയുമില്ല. ചിത്തതയോടെയുള്ള പ്രവർത്തനം. ആവശ്യത്തിന് ഉറക്കം, ആവശ്യത്തിന് മാത്രം ഉറങ്ങുക, ക്ഷീണം തീർക്കാൻ വേണ്ടി. ഇവ ചെയ്യുന്ന യോഗിക്ക് ദുഃഖനാശം സംഭവിക്കും. ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തന്നെ ദുഃഖമെല്ലാം തീരും. നമ്മളെ ദുഃഖം തീരാൻ വേറെ ഒരു വഴി ആരടുത്തും പോകണ്ട. ദുഃഖം തീരാൻ വേണ്ടിയിട്ട് പോയിട്ട് ഓരോരുത്തരും വഴിപാടും എല്ലാം നടത്തിയിട്ട് എൻ്റെ ദുഃഖം തീർത്ത് തരണേ തീർത്ത്. എന്തിനാ ഇത്ര വലിയ വഴി? വളരെ വിജനമായ ഒരു സ്ഥലത്ത് പോയിരിക്കുക, കണ്ണും പൂട്ടിയിട്ട് ഒന്നിനും താല്പര്യമില്ലാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ദുഃഖം നശിക്കും. 18 ചിത്തം കാമത്തിൽ നിന്നും അകറ്റുക. കാമം എന്ന് പറയുന്നത് സെക്സ് മാത്രമൊന്നുമല്ല, എല്ലാ കാമവും. മകനെ പറ്റിയുള്ള ചിന്ത, മക്കളെ പറ്റിയുള്ള, ഭർത്താവിനെ പറ്റിയുള്ള, ഭാര്യനെ പറ്റിയുള്ള ഇത്തരം ചിന്തകളെല്ലാം അങ്ങ് നിർത്തണം. അത് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആത്മീയത പറയണ്ടാവും. ഉള്ള ഭൗതികമായിട്ട് പോയാൽ മതി. ഈ ആത്മീയവും പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റൂല. കുടുംബത്തെ പറ്റിയല്ല, അതൊന്നും മറക്കാനൊന്നും പറ്റില്ല. എന്നാ പിന്നെ ആത്മീയത വേണ്ട. ഈ പിന്നെ പറയുമ്പോൾ പറയും ഞാൻ വലിയ ആത്മീയവാദിയാണ്. എന്താ ആത്മീയവാദി? ആത്മീയ ഇതാണ് കുറെ ഫോട്ടോയും വെച്ചിട്ട് പൂജിക്കലാണോ ആത്മീയവാദി? അത് ആരാ, എവിടെയാ, ഏത് ഗീതയിലാണ് പറഞ്ഞു വന്നിരിക്കുന്നത്? അതുകൊണ്ട് ഇതൊന്നും ആത്മീയവാദിയല്ല. അത് അതുകൊണ്ട് ഒരു ചുക്കും നടക്കാനും പോകുന്നില്ല. അതൊന്ന് കഴിഞ്ഞതിൽ പറഞ്ഞു തന്നല്ലോ. അങ്ങനെ ആരെയും കർമ്മം ചെയ്യാനൊന്നും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ചിത്തത്തിൽ കാമത്തിൽ നിന്നും അകറ്റുക, ചിത്തത്തെ ആത്മാവിൽ ലയിപ്പിക്കുക. എപ്പോഴും ചിന്ത ബ്രഹ്മത്തിൽ മാത്രം, നിർഗുണമായ ബ്രഹ്മത്തിൽ മാത്രം. അവൻ യുക്തൻ എന്ന് പറയും. ഇനി 19 കാറ്റില്ലാതെ ഇടത്ത് നിശ്ചലമായി നിൽക്കുന്ന ദീപം പോലെ, കാറ്റില്ലാതെടുത്ത് നിശ്ചലമായി നിൽക്കുന്ന ദീപം പോലെ മനസ്സ് നിശ്ചലമായി നിൽക്കണം. എങ്കിലേ അതാണ് ഈ ആത്മീയതയിലേക്കുള്ള വഴിയാണ് ഇതെല്ലാം പറയുന്നത്. വേറെ ആത്മീയത വഴിയിലൊന്നുമില്ല. രാവിലെ എന്തെങ്കിലും കുളിച്ചൊരുങ്ങി ചന്ദനവും എല്ലാം തൊട്ടിട്ട് അമ്പലത്തിൽ പോകുന്ന ആത്മീയതയാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊന്നും ആത്മീയതയല്ല. എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നു, അതിൽ കൂടുതൽ ഒന്നുമില്ല. ആത്മീയത ഇതൊന്നുമല്ല. അതാണ് ഇവിടെ കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. ഇനി 20 മുതൽ 23 വരെ യോഗ പരിശീലനത്തോടെ മനസ്സിനെ നിയന്ത്രിച്ച് യോഗയും ചെയ്തുകൊണ്ടിരിക്കുക വേണമെങ്കിലും. യോഗയെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് വേണ്ടുന്നവർക്ക്. നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യോഗ ചെയ്ത് കഴിഞ്ഞാൽ കുറേ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊന്നും സ്വയം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് കുറേ യോഗ എക്സസൈസ് എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. അതിലൂടെ മനസ്സിനെ കുറേയെല്ലാം നിയന്ത്രിക്കാൻ പറ്റും. യോഗ പരിശീലനത്തിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച് സന്തുഷ്ടനായിരിക്കുക. എന്നിട്ട് മനസ്സിനൊരു സമാധാന ശാന്തി വരുത്തിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ സന്തുഷ്ടിയാണ്. ആത്മാവിനാൽ ദർശിക്കുക. ആത്മാവിനെ, നമ്മുടെ ആത്മാവ്, ഞാനെന്ന ഭാവത്തിലൂടെ ആത്മാവിനെ ദർശിക്കാൻ പറ്റണം. ഒരു ശക്തി വിശേഷമാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ബുദ്ധിയാൽ ഇന്ദ്രിയത്തിന് അതീതമായി സുഖസ്ഥിതി പ്രാപിക്കുക. ഇന്ദ്രിയങ്ങളെയെല്ലാം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്നതിൻ്റെ പിന്നാലെയൊന്നും പോകാതെ സുഖമായ ഒരു അവസ്ഥയിലേക്ക് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുക. ഈ കാര്യം മനസ്സിലാക്കിയിട്ട് സത്യദർശനത്തിൽ നിന്നും തെറ്റാതിരിക്കുക. സത്യദർശനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് സത്യം. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് സത്യം. ബാക്കിയെല്ലാം ഉണ്ടായി ഇല്ലാതെയാകും. അതൊന്നും സ്ഥായിയായിട്ടുള്ളതല്ല. നമ്മൾ പോലും സ്ഥായിയായല്ല. ഈ ശരീരം സ്ഥായിയായല്ല, ആത്മാവ് സ്ഥായിയായാണ്. ശരീരം ഉടുക്കുമാറുന്ന വരിയാണ്. ഈ ആത്മാവ് ഈ ശരീരത്തിൽ കയറി ഒരു ജോലി ചെയ്യും. അടുത്ത ജന്മത്തിൽ ജോലി ചെയ്യേണ്ടത് ഇങ്ങനെയൊന്നും പോലെ നല്ല ഡാൻസ് എല്ലാം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരം കൊണ്ട് ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വേറൊരു ശരീരത്തിൽ കയറും. അത്രയേ ഉള്ളൂ. ഈ ശരീരകാരിയില്ല. സത്യദർശനത്തിൽ നിന്നും തെറ്റാതിരിക്കുക, അതാണ് സത്യദർശനം. ഞാനെന്ന് പറയുന്നത് ഈ ശരീരമാണ്. ശരീരമല്ല, ഈ ആത്മാവാണ്. ചത്തു കഴിഞ്ഞ ഈ ശരീരത്തിനെ കുളിപ്പിച്ചിട്ട് പോയച്ചിട്ട് അവിടെ കിടന്നിട്ട് കരയുന്ന ആരോടായി കരയുന്നു? പഴം തുണീൻ്റെ മുമ്പിൽ കിടന്നിട്ടാണോ കരയുന്നത്? എന്നിട്ട് ചടങ്ങെല്ലാം നടത്തുന്നു. ഈ ആത്മാവെന്ന് പോയി. എന്നിട്ട് ഇതിനെ കുളിപ്പിച്ച് വെച്ച് അതിൻ്റെ ചുറ്റും വട്ടം കറങ്ങി എന്തെല്ലാം കാട്ടിക്കൂട്ടുന്ന. ഏത് ഉപനിഷത്ത് പറയുന്നത് എന്താണ്?
ഇത് ഉടുപ്പ് മാതിരി ചീഞ്ഞ ഉടുപ്പെടുത്ത് കളയുന്ന മാതിരി കളഞ്ഞതാണ്. ആ ഉടുപ്പിനെയും വെച്ചുകൊണ്ടാണ് നിലവിളിക്കുന്നതും, അതിനെ കുളിപ്പിക്കുന്നു, പൗഡർ ഇടിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ചുറ്റും കറങ്ങുന്നു, തലക്ക് മറ്റേത് വെച്ച് കൊടുക്കുന്നു, കാലിന് മറ്റേത് വെച്ച് കൊടുക്കുന്നു. ഇതല്ലേ എവിടെയാ പറഞ്ഞത്? എവിടെ കിട്ടിയതാണ്? വേദങ്ങളിലെ ഭഗവത്ഗീതയിലൊന്നും ഇതല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്നത് മറ്റെന്ത് ലഭിച്ചാലും അതിനെക്കാട്ടിയെല്ലാം മുകളിലാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ ആർക്ക് കഴിയാൻ പറ്റുമോ അവർക്ക് അതിലൂടെ ലഭിക്കുന്ന ശാന്തിയും സമാധാനവും മറ്റൊരു വഴിയിലൂടെയും ലഭിക്കില്ല. ആ അവസ്ഥയിൽ വലിയ ദുഃഖം പോലും ഒന്നുമല്ലാതായി തോന്നും. അങ്ങനെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖമൊന്നും ഉണ്ടാവില്ല. വേണ്ടപ്പെട്ടവർ മരിച്ചാൽ തന്നെ നമുക്കതൊരു എഫക്റ്റും ഉണ്ടാക്കില്ല. ദുഃഖം വേണ്ടപ്പെട്ടവർ മരിച്ചു, നമുക്കൊരു ക്ഷോഭവും തോന്നൂല, ഒന്നും തോന്നില്ല. അതൊന്നും നമ്മളെ മനസ്സിനെ ഇളക്കില്ല. എല്ലാം ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് അർജുനനോട് പറയുകയാണ്, നീ അങ്ങേരെ യുദ്ധത്തിൽ അങ്ങേരെ വധിച്ചുകൊണ്ട് ഒരു ചുക്ക് തിരിക്ക് വരാൻ പറ്റില്ല. അതെല്ലാം ഒരു കാലം അങ്ങനെ മാറ്റി മറിച്ചും ആവശ്യമില്ലാതെ എല്ലാം എടുത്ത് ദൂരക്കളെ ആ നിലയിൽ കണ്ടാൽ മതി. അതുതന്നെ ദുഃഖസ്പർശമില്ലാത്ത യോഗം. അപ്പൊ ആ യോഗത്തിലേക്ക് എത്തണം. ഇനി 24 മുതൽ 25 സങ്കല്പത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാമത്തെ ത്യജിച്ച് മനസ്സിനാൽ ഇന്ദ്രിയങ്ങളെ തന്നെയാ പറയുന്നത്. സങ്കല്പത്തിൽ നമ്മൾക്ക് ഓരോ സങ്കല്പങ്ങളുണ്ടാവും, വീട് വെക്കണം മറ്റേതെന്നുള്ള. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാമങ്ങളെ എന്ത് വേണം? ത്യജിക്കണം. കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാകണം, ഇങ്ങനെയെല്ലാം കുറെ സങ്കല്പം ഉണ്ടല്ലോ. ഇതെല്ലാം ത്യജിക്കണം. ഇതാണ് ആത്മീയത. ആത്മീയത എന്ന് പറയുന്നവര് പോണ്ട വഴികളാണ് ഈ പറഞ്ഞു തരുന്നത്. ത്യജിച്ച് മനസ്സിനാൽ ഇന്ദ്രിയങ്ങളെ കീഴടക്കി ധൈര്യം തികഞ്ഞ ബുദ്ധിയോടുകൂടി വർത്തിക്കണം. അപ്പൊ കാമങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വർത്തിക്കണം. ധ്യാനയോഗമാണ്. ഇതാണ് ആത്മീയതയിലേക്കുള്ള വഴി. വേറെ വഴിയൊന്നുമില്ല. ചിന്ത ആത്മാവിൽ ലയിപ്പിക്കണം. ചിന്ത എപ്പോഴും ആത്മാവിനെ പറ്റിയായിരിക്കണം. വീട്ടുകാരെ പറ്റി ചിന്തിക്കരുത്, വീടും കുടുംബങ്ങളെ പറ്റിയൊന്നും ചിന്തിക്കരുത്. ഇതെല്ലാം പറയുമ്പം പലവർക്കും ദഹിക്കില്ല. അതവരെന്തോ ചെയ്തോളൂ. പക്ഷെ അതുകൊണ്ട് അതിന് ഈശ്വരനായിട്ട് ഒരു ബന്ധവുമില്ല. കൃഷ്ണനുമായിട്ടല്ല, ഒരാളുമായിട്ടും ഒരു ബന്ധവുമില്ല. നിങ്ങൾ മറ്റവരും വല്ലതും ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിൽ അതിന് ഈശ്വരനും ബ്രഹ്മത്തിനും ഒരു പങ്കുമില്ല. നിങ്ങളെന്തല്ലോ ചെയ്തു കൂട്ടുന്നു, നിങ്ങളുടേതായ കർമ്മങ്ങൾ. അത് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു, അതിലൊന്നും ബ്രഹ്മത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. നിങ്ങൾ അവിടെ ഇരുന്ന് എന്തല്ലോ കാണിക്കും. മറ്റു ചിന്ത അരുത്. മറ്റുള്ള ചിന്തകളൊന്നും പാടില്ല. 26 ചലിക്കുന്ന സ്വഭാവമുള്ള മനസ്സിനെ അവിടെ നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് ആത്മാവിൽ. മനസ്സ് ചിലപ്പം പോവാ, അടുക്കളയിൽ എന്തുണ്ട് കരിയുന്നുണ്ടോ എന്ന്, അതിനെല്ലാം തിരിച്ചു കൊണ്ടുവരണം. എപ്പോഴും മനസ്സിൽ ചിന്തിക്കണം. നമ്മളെ ഉള്ളിൽ തന്നെയാണ് ചിന്ത പോകേണ്ടത്. അല്ലാതെ വേറെ പൂജാമുറിയിൽ കയറി ഇരുന്നിട്ട് ഇതൊന്നും ഇതിൽ വരുന്ന കാര്യങ്ങളല്ല. മനസ്സിനെ നമ്മളിലേക്ക്, ആത്മാവ് നമ്മിലാണ് ഉള്ളത്. അപ്പോൾ മനസ്സെവിടെയെങ്കിലും വല്ല അമ്പലത്തിലേക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ചിങ്ങ് കൊണ്ടുവരണം. നീ അങ്ങനെ അവിടെയൊന്നും പോണ്ട. ആത്മാവിയുടെ നടുവിൽ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ആത്മാവ് ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ നീ എന്തിനാണ് ഇവിടത്തേക്കെല്ലാം ഓടുന്ന? അമ്പലത്തിൽ പോകണം, അവിടെ പോയിട്ട് ഇത് ചെയ്യണം. ആ മനസ്സിനെ പിടിച്ചിങ്ങ് വലിച്ചു കൊണ്ടുവരണം. വെറുതെ നീ കറങ്ങണ്ട, എവിടെയും പോണ്ട. ഇവിടെ തന്നെയുണ്ട്. ഈ ആത്മാവിൽ പിടിച്ചിരുത്തു. അപ്പൊ ചലിക്കുന്ന സ്വഭാവമുള്ള മനുഷ്യനെ അവിടെ നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് ആത്മാവിൽ ഉറപ്പിക്കുക. നമ്മളെ ഉള്ളിലുള്ള ആത്മാവിൽ ഉറപ്പിക്കുക. 27 ഇളക്കമറ്റ മനസ്സും രജോ ഗുണമില്ലാത്ത. രജോ ഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, രജോ ഗുണം എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. ഒരു പുതിയതിലേക്ക് കടക്കണ്ടെങ്കിൽ നമ്മൾ ശക്തി കർമ്മം ചെയ്യണം. അപ്പം നമ്മളതായ നിലയിൽ നമ്മൾ
വേറെ ഒന്നിനും ഇറങ്ങിത്തിരിക്കുന്നില്ല. നമ്മളതായ നിലയിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തു കൊടുക്കണം. അല്ല നമ്മൾക്കായിട്ട് ഒരു വീട് വെക്കണം എന്നുള്ള ചിന്ത വെച്ചിട്ടൊന്നും നമ്മൾ ഇറങ്ങരുത്. ഒരു ഭക്ഷണം ഉണ്ടാക്കണം. സന്യാസിക പാത്രങ്ങളെ പോകുമ്പോൾ സന്യാസത്തിലേക്ക് തിരിയുന്നവൻ ആദ്യം തന്നെ എല്ലാ പാത്രങ്ങളും എല്ലാം എടുത്ത് ദൂരെ കളയണം, വെള്ളത്തിൽ കളയണമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഒന്നും ഉണ്ടാക്കിയൊന്നും കഴിക്കരുത്. രജോ ഗുണമില്ല. അപ്പോൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് ഈ രജോ ഗുണം വരുന്നത്. രജോ ഗുണമില്ലാത്ത അവസ്ഥയുള്ള യോഗി ഉത്തമ സുഖത്തെ പ്രാപിക്കാം. അവന് ഉത്തമ സുഖമാണ്, ഒന്നും ചിന്തിക്കാതെ. ഇനി 28. ഇപ്രകാരം യോഗം എപ്പോഴും അഭ്യസിക്കുന്നവന് നിഷ്പ്രയാസം ബ്രഹ്മാനന്ദം ലഭിക്കും. ഇപ്രകാരം യോഗം എങ്ങനെയാ പറഞ്ഞത്? തുറസായ സ്ഥലത്ത് ഒരു ഇതും പിരിച്ചിരുന്നിട്ട് മനസ്സിനെ അതിൽ തന്നെ കേന്ദ്രീകരിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യം ചിന്തിക്കരുത്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം. ഇതാണ് ആത്മീയതയിലേക്കുള്ള വഴി. ഇതാണ് ആത്മീയത. ബാക്കി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആത്മീയതയല്ല. അത് ആരെല്ലോ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നു. അനാചാരങ്ങളായിട്ട് ചിലപ്പം വേദം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി 29. യോഗത്തിൽ ഉറച്ച മനുഷ്യ ഗണം എല്ലാറ്റിലും സമദൃഷ്ടിയുള്ളവനും എല്ലാ പ്രാണികളെയും തന്നിലും തന്നെ അവരിലും ദർശിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം യോഗത്തിൽ ഉറച്ചു നിന്ന മനുഷ്യര് എല്ലാറ്റിലും സമദൃഷ്ടി, എല്ലാം ഒന്നേപോലെ ഒന്നായിട്ട് കാണുക. ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും പട്ടിയായാലും പൂച്ചയായാലും എല്ലാത്തിലും ഒരേ ദൃഷ്ടി. കല്ലും മണ്ണും എല്ലാം ബ്രഹ്മമാണ്. അങ്ങനെ ആ അവസ്ഥയിലെത്തിയവന് തന്നെ മറ്റുള്ളവരിലും കാണാൻ പറ്റും. മറ്റുള്ള എല്ലാ ജീവജാലങ്ങളിലും താനാണ് എന്ന് കാണാനും പറ്റും. ആ പുറമെ കാണുന്നതെല്ലാം ഞാനാണ് എന്ന് ചിന്തിക്കാനും പറ്റും. ഞാൻ അതാണെന്നും ആ കാണുന്ന ഈ എന്തെല്ലാം പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം ഞാനാണ്, ബ്രഹ്മമാണ്. ആ സാധനം ഞാൻ തന്നെയാണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റണ്ടെങ്കിൽ ഇത് രണ്ടും എന്തായി മാറണം? എല്ലാം ആ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത്. ആ ഒരു സത്യം നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് ആത്മീയതയുടെ. വേദങ്ങളെല്ലാം എപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യം അത് തന്നെയാണ്. മനുഷ്യനെ ജാതിയും മതമായിട്ടും പല സംസ്ഥാനങ്ങളിൽ തമിഴനും ഹിന്ദിക്കാരനും എല്ലാം ആയിട്ട് മാറിയിട്ട് ബ്രാഹ്മണ ക്ഷത്രിയ, അതുമാത്രമല്ല മറ്റേ ക്രിസ്ത്യാനി മുസ്ലിം ഇതെല്ലാമായിട്ട് കണ്ട നമുക്ക് എന്ത് ആത്മീയതയാണ്, നമ്മൾ എന്ത് ആത്മീയതയാണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കും. ഇനി 30. യാതൊരുവൻ തന്നെ എല്ലായിടത്തും കാണുകയും എല്ലാറ്റിനെയും തന്നിൽ കാണുകയും ചെയ്യുന്നവൻ ആരോ അവനിൽ ഞാൻ അവനിലും വസിക്കുന്നു, അവൻ എന്നിലും വസിക്കുന്നു. അപ്പൊ ആർക്ക് കാണുന്നതിലെല്ലാം എന്നെ കാണാൻ പറ്റണം. ഞാൻ തന്നെയാണ് ഈ കാണുന്ന വസ്തുക്കളെല്ലാം. പുറമേ ഉള്ളതിനെല്ലാം തന്നിലും കാണുന്നു. അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവനാണ് എന്നിലുള്ളത്. ആരില്? ഇവിടെ കൃഷ്ണനിലുള്ളത്. അപ്പൊ കൃഷ്ണൻ പറയാം അവൻ തന്നെയാണ് ഞാൻ. അവൻ എന്നിലും വസിക്കുന്നു, ഞാൻ അവനിലും വസിക്കുന്നു. അപ്പം വല്ലവരെയും കൃഷ്ണൻ സ്വന്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, തനിക്ക് സമാനമായി കാണുന്നുണ്ടെങ്കിൽ, അവൻ ലോകത്തിലുള്ള എല്ലാ പ്രാണിവർഗങ്ങളെയും താനായിട്ട് കാണാൻ പറ്റണം. ആ പ്രാണിവർഗങ്ങൾ ഞാനായിട്ടും കാണാൻ പറ്റുന്ന വല്ലവനും ഉണ്ടെങ്കിൽ അവനും മാത്രമേ കൃഷ്ണൻ വസിക്കുന്നുള്ളൂ. അല്ലാതെ അവർ അടുത്ത് പോലും കൃഷ്ണൻ വരില്ല. അല്ലാതെ വല്ലതും കൈക്കൂലി കൊടുത്തിട്ട് കൃഷ്ണന്റെ സ്വന്തമാക്കി കളയാമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് അജ്ഞത. ഇനി 31. അങ്ങനെ ഏകത്വബോധത്തോട്, അതാണ് ഏകത്വം, നാനാത്വത്തിൽ ഏകത്വം, എല്ലാത്തിലും ആ ബ്രഹ്മത്തെ കാണുക, എന്നെയും കാണുക, എല്ലാ ജീവികളെയും വ്യാപരിക്കുന്നവൻ. അങ്ങനെ എല്ലാ ജീവികളിലും ഞാനാണ് വസിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവൻ എന്നെ ഭജിച്ചാൽ എങ്ങനെ കഴിയുന്നവനാണെങ്കിലും അവൻ എന്നിൽ വർത്തിക്കുന്നു.
ഇപ്പൊ എല്ലാറ്റിലും നമ്മളെ ദർശിക്കാൻ കഴിഞ്ഞാൽ, എല്ലാവരെയും താനായിട്ട് കാണാൻ കഴിഞ്ഞാൽ, അവനേത് കള്ളനായിക്കോട്ടെ, അവനേത് കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ, അവനേത് യുക്തിവാദി ആയിക്കോട്ടെ, അവനിൽ അവർ എന്നിലാണ് വസിക്കുന്നത്. അതായത് ലോകത്തെ മുഴുവൻ ദർശിച്ചുകൊണ്ടൊരു വ്യക്തി മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അവനിലാണ് ആ കക്ഷി വർത്തിക്കുന്നത്. ഇപ്പം കൃഷ്ണൻ ആരാണ്? ലോക നന്മയ്ക്ക് വേണ്ടി ആരെങ്കിലും ഇറങ്ങിത്തിരിക്കുന്നു, അവൻ്റെ ജീവിതം തന്നെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്, ലോക പുരോഗതിക്ക് വേണ്ടിയിട്ട് ത്യജിക്കുവാൻ തയ്യാറായി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അവന് ഏത് മതസ്ഥനായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, യുക്തിവാദി ആയിക്കോട്ടെ, ഒന്നിലും വിശ്വാസിക്കാരനായിക്കോട്ടെ, പക്ഷേ അവൻ എന്നിൽ വസിക്കുന്നു. അപ്പം ഒരാൾ കൃഷ്ണൻ്റെ ആളാകുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ ആളാകുന്നത്, അവനെ ആരാധിച്ച് നടന്നുകൊണ്ടോ അവൻ്റെ കുറേ ഭസ്മം വാരി തേച്ചത് കൊണ്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല. അവൻ്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടൊന്നും ആയില്ല. ലോകത്തെ മുഴുവൻ ഒന്നായി കാണാനുള്ള മനസ്ഥിതി ഉണ്ടാകണം. അതാണ് സനാതന ധർമ്മം പഠിപ്പിക്കുന്നത്. ഇനി 32, എല്ലാവരുടെയും സുഖദുഃഖങ്ങൾ തൻ്റേതായി കാണുന്നവനാണ് ശ്രേഷ്ഠൻ. എല്ലാവരുടെയും സുഖദുഃഖങ്ങൾ, മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ, അവരാണ് ശ്രേഷ്ഠർ. റോട്ടിൽ ഒരാൾ പിച്ച തണ്ടിട്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അവനെ സഹായിക്കാൻ ആരെങ്കിലും ചെല്ലുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിൽ കഷ്ടപ്പെടുന്നവരുടെ, ദുഃഖിതരുടെ, പീഡിതരുടെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരാണ് ശ്രേഷ്ഠർ. കുറച്ച് ദഹിക്കാൻ പ്രയാസമുള്ള വിഷയങ്ങൾ തന്നെയാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പം എല്ലാവരുടെയും സുഖദുഃഖങ്ങൾ തൻ്റേതായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് ശ്രേഷ്ഠൻ. 33, അപ്പോൾ അർജുനൻ പറയുകയാണ്, 33 മുതൽ 34, എൻ്റെ മനസ്സ് ചഞ്ചലമാണ്. കാരണം യുദ്ധക്കളത്തിൽ വെച്ചിട്ട് എൻ്റെ മനസ്സിങ്ങനെ ചഞ്ചലമാണ്. സമചിത്തമായ മനസ്സ് കാണുവാൻ എനിക്കാവുന്നില്ല. എനിക്കങ്ങനെ മനസ്സിൽ സമചിത്തത എല്ലാത്തിനെയും ഒന്നായിട്ട് കാണാനും ഭീഷ്മരെയും മറ്റേ എല്ലാം അതായിട്ടൊന്നും എൻ്റെ മനസ്സ് പറ്റുന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ പ്രക്ഷുബ്ധമാണ്, ചഞ്ചലമാണ്, നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ വളരെ ഹെൽപ്ലെസ് ആണ്. അതിനാൽ നിയന്ത്രണം വായുവിനെ പോലെ ദുഷ്കരമാണ്. വായുവിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ദുഷ്കരമാണ് എൻ്റെ ഇന്നത്തെ അവസ്ഥ. കാരണം ഇതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് നമ്മളെ ബന്ധങ്ങളെല്ലാം കയറി വരികയാണ്. ഭീഷ്മരെ പറ്റി എല്ലാ ബന്ധങ്ങളും മനസ്സിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന അവസരത്തിൽ എല്ലാത്തിനെയും സമചിത്തതയോടെ എല്ലാം കാണണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നെ കൊണ്ട് പറ്റൂല കൃഷ്ണ. അങ്ങനെ എല്ലാത്തിനെയും സമമായിട്ട് കാണാൻ ഞാനെങ്ങനെയാണ് ശ്രമിക്കേണ്ടതെന്നാണ് പിന്നെ 33, 34 ചോദിക്കുന്നത്. ഇത് വളരെ ദുഷ്കരമാണ്. ഇത് പറഞ്ഞപ്പോൾ അതിനുള്ള അപ്പം കൃഷ്ണൻ പറയുകയാണ്, മനസ്സിനെ നിയന്ത്രിക്കുക പ്രയാസം തന്നെയാണ്. ഈ പറഞ്ഞ കാര്യമെല്ലാം ശരി തന്നെയാണ്. മനസ്സിനെ ഇങ്ങനെ നിയന്ത്രിക്കുക പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അത് സംഭവിക്കും. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ബ്രഹ്മസാക്ഷാത്കാരം നേടണമെങ്കിൽ നമ്മൾ സ്ഥിരമായി മനസ്സിനെ അഭ്യസിച്ച് ശരിയാക്കി യോഗയിലൂടെയെല്ലാം എടുക്കണം. അല്ലാതെ ഏതുണ്ടാക്കാനാണ്? എല്ലാത്തിലും ഒരേ ആളെ കാണാൻ, ബ്രഹ്മത്തെ കാണാൻ. അത് ഇന്നുള്ള ഒരു ആത്മീയം പറയുന്ന വ്യക്തികൾക്കും ഒന്നായി കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ പറയാതെ തന്നെ ചിന്തിച്ചാൽ മതി. ഏത് മതത്തിലായിക്കോട്ടെ എല്ലാവരെയും ഒന്നായി കാണാൻ പറ്റിയിരുന്നുവെങ്കിൽ രാമനും കൃഷ്ണനും മറ്റേ
അള്ളാവ് യഹോവാവും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലും, ഒന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ. ഇപ്പം ലോകത്തിൽ അങ്ങനെയുള്ള ആത്മീയവാദികൾ ഇല്ല. ബാക്കിയെല്ലാം എന്തെല്ലോ കാട്ടിക്കൂട്ടിയാണ്. എല്ലാത്തിനും ഒന്നായി കാണാൻ പറ്റില്ല. കൃഷ്ണൻ തന്നെ കൃഷ്ണൻ തന്നെ പറയുകയാണ്, ഇത് പറ്റില്ല. എപ്പോഴേ പറ്റുള്ളൂ? അഭ്യാസം കൊണ്ട് നല്ലവണ്ണം സ്വയം ഉദ്ധരിക്കണമെന്ന് നേരത്തെ പറഞ്ഞില്ലേ. അഭ്യസിച്ചാൽ ചിലപ്പം ശരിയായി വരും. പിന്നെന്ത് വേണം? വൈരാഗ്യം വരണം. ഈ ഭൂമിയിലുള്ള ഈ എല്ലാറ്റിലും വൈരാഗ്യം വരണം. വൈരാഗ്യം വരുമ്പോൾ, വൈരാഗ്യം വരിക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തോട് തന്നെ അതിലൊന്നും താല്പര്യമില്ലാത്ത ഒരവസ്ഥ വരിക. അതെപ്പോഴാണ് വരിക? നമ്മളെ കർമ്മങ്ങൾ തീരുമ്പോൾ. അപ്പം സന്യാസ യോഗത്തിലേക്ക് പോകണ്ടെങ്കിൽ, ഇങ്ങനെ മനസ്സിനെല്ലാം നിയന്ത്രിച്ച് പോകണ്ടെങ്കിൽ നമ്മളിൽ വൈരാഗ്യം ഉണ്ടായാൽ മാത്രമേ ഇതെല്ലാം സാധിക്കുള്ളൂ. വൈരാഗ്യം ആ ശക്തി തന്നെ ഉണ്ടാക്കണം. ഇനി 36, വൈരാഗ്യം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാത്തവന് യോഗസിദ്ധി അസാധ്യമാണ്. അപ്പം വൈരാഗ്യം വന്നിട്ട്, എല്ലാത്തോടും വിരക്തി വന്നിട്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തവന് യോഗസിദ്ധി അസംബന്ധമാണ്. ആത്മീയത അവർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ആർക്കും ആത്മീയത പറഞ്ഞിട്ടില്ല, പറഞ്ഞു കൊടുക്കാനും പാടില്ല എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. ആത്മീയത ഉപദേശിക്കരുത്. ഈ വഴി ബ്രഹ്മസാക്ഷാത്കാരം, ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരം എന്നും പറയുന്നതൊന്നും വിരക്തി വന്നവന് മാത്രമാണ്. അല്ലാത്തവരോട് ഇതിനെപ്പറ്റി മിണ്ടരുത്, ബ്രഹ്മം എന്ന് പോലും മിണ്ടരുത് എന്നാണ് ഉപനിഷത്ത് പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്നാൽ ശരിയായ ഉപായം ഉപയോഗിച്ച് ക്രമത്തിൽ മനോനിയന്ത്രണം സാധിക്കും. എന്നാൽ അതിന് ചില യോഗവിദ്യകളും മെഡിറ്റേഷനും എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് എന്ത് പറ്റും? ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ പറ്റും. എന്താണ് ബ്രഹ്മസാക്ഷാത്കാരം? ഈ ശരീരമെല്ലാം കളഞ്ഞ് ബ്രഹ്മത്തിൽ പോയി അങ്ങ് ലയിച്ചേക്കുക. പിന്നെ ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വരാനൊന്നും പറ്റില്ല, ഇങ്ങോട്ട് വരാനും പാടില്ല. ആ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടണ്ടിക്ക് തന്നെ ആ ശക്തി തീരുമാനിക്കണം. ഇനി അടുത്ത ജന്മത്തിലൊന്നും ഒരു ജോലിയില്ല. ഇനി 37 അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, ശ്രദ്ധയോടെ ശ്രമിച്ചിട്ടും 38, 37, 38, 39 ശ്രദ്ധയോടെ ശ്രമിച്ചിട്ടും യോഗ പരിശീലനത്തിൽ മനസ്സുറച്ചിട്ടില്ലാത്തവന് എന്ത് സംഭവിക്കും? അതായത് നമ്മൾ കുറേ ശ്രമിക്കുകയാണ്, എന്നാൽ പിന്നെ യോഗയിലൂട്ടിയാൽ ഒന്ന് മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ശ്രമിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ട് അവസാനം നടന്നില്ല എങ്കിൽ, വിരക്തി വന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ബ്രഹ്മമാർഗത്തിൽ നിന്നും തെറ്റി, അതായത് മറ്റേ സിനിമയിൽ ശ്രീനിവാസൻ എന്ന കഥാപാത്രം പോയില്ലേ, ആത്മീയതയെ നോക്കിയിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നല്ലോ വീട്ടിലേക്ക്. അവിടെയും എത്തിയില്ല, ഇവിടെയും എത്തിയില്ല. അതുപോലെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ലൗകികവുമില്ല, അപ്പം ഇപ്പുറത്തെ ആൾക്കാർക്ക് ഏറ്റുമില്ല. എല്ലാം തെളിച്ചു പോയപ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ അവിടെ കയറാൻ തന്നെ പാടായിരിക്കും. എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിട്ട് പിന്നെ നീ എന്താ ഇപ്പം തിരിച്ചു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കുറച്ചിലാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുവിൽ കിടന്ന് കളിക്കുക, എന്നിട്ട് ജീവിതം തന്നെ ഛിന്ന ഭിന്നമായി പോയില്ലേ എന്നാണ് അർജുനന്റെ സംശയം. അതായത് ഇതിനെ ഇറങ്ങിത്തിരിച്ചു, യോഗയിലൂട്ടിയെല്ലാം കുറേ ശ്രമിച്ച് അവിടെ എത്തിയില്ല. കാരണം നമ്മൾ കുറേ പേര് സന്യാസം എന്നെല്ലാം പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. അവരൊന്നും ബ്രഹ്മസാക്ഷാത്കാരം തേടുന്നില്ല. നേടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് ആരുമായിട്ട് ബന്ധമില്ലാത്ത അവസാനം ബ്രഹ്മത്തിൽ പോയി ലയിക്കും. എവിടെയോ കിടന്നിട്ട് ശരീരം അങ്ങ് ദ്രവിച്ചു പോകും. പിന്നെ ഇങ്ങോട്ടേക്കുള്ള ലോകമായിട്ട് ഒരു ബന്ധമില്ല. അതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. അങ്ങനെ ആരും ഇതുവരെ പോയതായിട്ട് അറിയുന്നില്ല. അപ്പോൾ ഇവരെല്ലാം പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെയുമല്ല ഇവിടെയല്ലാത്ത അവസ്ഥയിലെത്തുമ്പോൾ അവർക്കെന്താണ് സംഭവിക്കുക? അവർ ഛിന്ന ഭിന്നമായ മേഘം പോലെ നശിക്കില്ലേ? അതിനാൽ ഈ സംശയം ഒന്ന് തീർത്തു തരാൻ പറയുകയാണ്. ഞാൻ അഥവാ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ പറ്റുക? അർജുനന് അതിന് പോകാൻ പറ്റൂല. കാരണം കാലമാണ് അവനെ കൊണ്ട് ജയിപ്പിക്കുന്നത്. കാരണം അത് ഭീഷ്മരെ കൊല്ലണ്ട കൊന്നേ പറ്റും. അപ്പോൾ 40
അവന് ഈ യോഗത്തിൽ ഒരു വിനാശവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വിനാശമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പരലോക പ്രാപ്തിക്കും ഒന്നും പറ്റുന്നില്ല. അത് മരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, പിന്നെ ആദ്യം ജനിക്കും. നല്ലത് ചെയ്യുന്നതിന് പരഗതിയൊന്നുമില്ല. അവനൊരു ബ്രഹ്മസാക്ഷാത്കാരം ചെയ്യണമെന്ന് തോന്നി, അവനങ്ങോട്ട് പോയി, കുഴപ്പമൊന്നുമില്ല. സാധിച്ചില്ല, സാധിക്കണ്ടിക്ക് ആ ശക്തി വിചാരിക്കണം. എന്ന് അടുത്ത ജന്മത്തിലും ജോലി ഉണ്ടെങ്കിൽ ബ്രഹ്മത്തെ കൊണ്ട് ലയിപ്പിക്കില്ലല്ലോ. അത് അവസാനമല്ലേ പറ്റുള്ളൂ. എല്ലാ ജോലി തീർന്ന് ഇനിയുള്ള ജന്മങ്ങളിൽ തീർന്നാലേ പറ്റുള്ളൂ. ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല, പരഗതിയൊന്നുമില്ല. പക്ഷേ ഉപനിഷത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന അങ്ങനെയല്ല, തിരിച്ചു വന്നവൻ്റെ ജീവിതം പോക്കാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ കൃഷ്ണൻ അങ്ങനെ പറയുന്നില്ല. ഇവിടെ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, നല്ല ഉദ്ദേശത്തിൽ പോയതാണല്ലോ. ഇപ്പം പിന്നെ 41 വന്നു പറയുന്നു, മരണശേഷം അവൻ നല്ല കുടുംബങ്ങളിൽ ജനിക്കും. നല്ല കുടുംബങ്ങളിൽ നല്ല വിശിഷ്ട വ്യക്തിയായിട്ട് ജനിക്കും. കാരണം അവർ നല്ല ഉദ്ദേശത്തിൽ പോയതാണ്, വേറെ കുടുംബത്തിൽ ജനിക്കും. പക്ഷെ ആ വിശിഷ്ട വ്യക്തിയായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത വർഷവും എന്തായിരിക്കും? അല്ലെങ്കിൽ എന്ത് പറയുന്നു 42 എത്തിച്ചെന്ന ശേഷം വീണ്ടും നല്ല കുടുംബത്തിൽ ജനിക്കും. ഏത് കാര്യത്തിൽ? പല യോഗികളുടെ എല്ലാം കുടുംബത്തിലാണ് ജനിക്കുക. പിന്നെയും ജനിക്കാത്ത, അതായത് നല്ല വ്യക്തികളാണെങ്കിൽ പിന്നെ അധികം ജനിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഗാന്ധിജിയെല്ലാം ഒരിക്കലേ ജനിക്കണ്ടു. അതായത് സ്വാതന്ത്ര്യ സമരം നടത്തുന്ന നേതാവെന്ന നിലയിൽ ഗാന്ധിജി പിന്നെ ഇനി അടുത്ത യുഗത്തിൽ കാലഘട്ടത്തിൽ ഗാന്ധിജിയായിട്ട് ജനിച്ചിട്ട് വേറൊരു ഗാന്ധിയായിട്ട് ജനിച്ചിട്ട് സ്വാതന്ത്ര്യ സമരം ഒന്നും നടത്താനില്ല. ഇതേപോലെ ഏത് സ്വാതന്ത്ര്യ സമരം? സഹന സമരമല്ലേ. അതുപോലെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ന്യൂട്ടണെല്ലാം പിന്നും ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതെല്ലാം അന്ന് കണ്ടെത്തി വിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള വിശിഷ്ട കുടുംബങ്ങളിൽ ജനിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പല യോഗികളുടെ കുടുംബത്തിൽ, യോഗികളുടെ കുടുംബം ജനിതക ഘടന അങ്ങനെയായിരിക്കും അർത്ഥം. അവന് വിരക്തി വന്നവനാണ്. അപ്പം ഏതെങ്കിലും തത്വചിന്തകരായിട്ടോ എന്തൊക്കെ എല്ലായിട്ട് അങ്ങ് ജനിക്കുമായിരിക്കും. കാരണം ആ ജനിതക ഘടനയുള്ളത്. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും അങ്ങനെ കുറേ കാലം അത് അപൂർവമായിട്ടേ സംഭവിക്കുകയുള്ളൂ. എന്നിട്ട് എന്ത് പറയുന്നു 43 അത് അപൂർവമായിട്ടേ അങ്ങനെ ജനിക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുള്ളൂ. അതായത് നിസ്വാർത്ഥ ചിന്തയോടുകൂടി ബ്രഹ്മസാക്ഷാത്കാരത്തിന് സന്യാസം സ്വീകരിച്ച് പോകുന്നവർ, ഈ പോകുന്നവരൊന്നും അങ്ങനെയൊന്നും അല്ല. അവർക്കുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം എല്ലാതെ പോകുന്ന, എല്ലാം വിട്ടെറിഞ്ഞ് പോകുന്നവരുണ്ടല്ലോ, അവര് 43 പറയുന്നു, ഈ ജന്മത്തിൽ ഉള്ള ഫലമെല്ലാം കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയാണ്. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയാണ്. അതിനാൽ വീണ്ടും യോഗവിദ്യക്കായി ശ്രമിക്കുക. അപ്പോൾ അടുത്ത ജന്മത്തിലും നമ്മളിപ്പോൾ സന്യസിക്കാൻ പോയി, സാധിച്ചില്ല, മരിച്ചു, അപ്പം മരിക്കുകയാണ്. അല്ലാതെ ബ്രഹ്മസാക്ഷാത്കാരമല്ല. മരിച്ചു കഴിയുമ്പോൾ അടുത്ത ഒരു കുടുംബത്തിൽ ജനിക്കും. അവിടെയും വെച്ചിട്ട് നമ്മളെ മനസ്സിൽ തന്നെ, കാരണം അതേ ജനിത ഘടനയുള്ള കുടുംബത്തിലായിരിക്കും ജനിക്കുക. കാരണം ഇവന് കർമ്മം തീർന്നുകൊണ്ട് ഈ സ്വഭാവം കാട്ടിക്കൂട്ടുന്നു. ഈ ജന്മത്തിൽ തന്നെ ഈ ജനിച്ചിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ജന്മത്തിൽ ചെയ്യേണ്ട കർമ്മമെല്ലാം തീർന്നു. പിന്നെയാണ് ഇവൻ ഈ വിരക്തി വന്നിട്ട് ഈ ഇത് മാനി സഞ്ചരിക്കുക. പിന്നെ അടുത്ത ജന്മത്തിൽ കുറച്ച് കർമ്മമുണ്ട്, പിന്നെ അവിടെയും ജനിക്കും. അവിടെയും വെച്ചിട്ടും കുറച്ച് അവൻ്റെ കർമ്മയെല്ലാം ഏകദേശം തീരാൻ പോവുകയാണ്. അപ്പോൾ അവിടെയും കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും അവൻ ഇതേമാതിരി സന്യസിക്കാൻ വേണ്ടി നടന്നുകൊണ്ടേയിരിക്കും. അപ്പം 44 എന്ന് പറയുന്നു, അവൻ അറിയാതെ തന്നെയാണ് അവൻ ഈ ജന്മത്തിൽ അതിനായി നീങ്ങും. അവൻ ഇതൊന്നും അറിയുന്നില്ല. അടുത്ത ജന്മത്തിലും അവൻ ജനിക്കും. ആ ജന്മത്തിൽ വല്ല കർമ്മങ്ങളും മിച്ചമുണ്ടെങ്കിൽ അതും ചെയ്ത് പിന്നെ ബാക്കിയുള്ള സമയം ഇതേമാതിരി ആത്മീയ സന്യാസം എന്നെല്ലാം പറഞ്ഞിട്ട് നടക്കും. അങ്ങനെ നടന്ന് എൻ്റെ 45 എന്ന് പറയുന്നു, അങ്ങനെ നല്ല പരിശ്രമത്തിലൂടെ അനേകം ജന്മത്തിലൂടെയാണെങ്കിലും പരമഗതി പ്രാപിക്കും. കാരണം ഈ കർമ്മം തീരുന്നവർക്കാണ് ഈ അവസ്ഥ വരുന്നത്, വിരക്തി വരും. ഇപ്പം ഈ ജന്മത്തിൽ എനിക്കൊരു 10 ജോലിയെ ചെയ്യാറുള്ളൂ. 10 ജോലി തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്നിൽ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ വിരക്തി വന്ന് അങ്ങനെ നടക്കും. ബ്രഹ്മസാക്ഷാത്കാരം കിട്ടുമെന്നും പോകുന്നില്ല. കാരണം അടുത്ത ജന്മത്തിലൂടെ 2-5 കർമ്മം ചെയ്യുക. അപ്പം അടുത്ത ജന്മത്തിലും എനിക്ക് അവിടെ ഒരു 5 കർമ്മം, ബാക്കിയുള്ള സമയം ഇതേമാതിരി നടക്കും. അങ്ങനെ പോയിട്ട് അതൊന്നും അവനറിയുന്നില്ല. എൻ്റെ അവസാനം എന്ത് പറ്റും?
അവസാനം പരമഗതി ഏതെങ്കിലും ഒരു സമയത്തെത്തുമ്പോൾ പ്രാപിക്കും. ഇത് 46 പറയുന്നു, കർമ്മയോഗി തപസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പം കർമ്മയോഗമാണ് അതുകൊണ്ട് ശ്രേഷ്ഠം. ഇതെന്ന് പറഞ്ഞാൽ എല്ലാം കർമ്മം ചെയ്ത് പോവുകയാണ്. നമുക്ക് ഭൂരിപക്ഷം ജനങ്ങൾക്കും കർമ്മയോഗമാണ് വിധിച്ചിരിക്കുന്നത്. നമ്മുടെ കർമ്മം ചെയ്തു കൊടുക്കുക. പക്ഷെ എങ്ങനെ ചെയ്യണം? എനിക്കെന്ന ചിന്തയില്ലാതെ കർമ്മം ചെയ്തു കൊടുക്കുക. അപ്പം മനസമാധാനം കിട്ടും. അല്ലെങ്കിൽ മനസമാധാനം കിട്ടില്ല. ഇതിൽ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് വെച്ചാൽ ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം എല്ലാത്തവർക്കെല്ലാം ശാന്തി കിട്ടാനുള്ള വഴി എന്താണ്? കർമ്മയോഗി തപസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ്. അയാൾ ജ്ഞാനികളെക്കാളും ശ്രേഷ്ഠനാണ്. ജ്ഞാനികൾ എന്ന് പറയുന്നത് ചിന്തിച്ച് അങ്ങനെ നടന്നിട്ട് ഒന്ന് കണ്ടെത്താൻ പറ്റും. പക്ഷെ കർമ്മയോഗം വളരെ എളുപ്പമാണ്. എന്ത്? അവനവൻ്റെ ജോലിയെല്ലാം അവനെ സൃഷ്ടിച്ച ഈ ലോക പുരോഗതിക്ക് കർമ്മം ചെയ്യാണ്. നമ്മൾ കർമ്മം ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ എൻ്റേതെന്ന നിലയിൽ ചെയ്യുന്നില്ല. അപ്പം അവൻ ലോക പുരോഗതിക്കായിട്ട് ബ്രഹ്മം തന്നെയാണല്ലോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് പുരോഗതിയിലേക്ക് നയിക്കുന്നത്. അപ്പം ബ്രഹ്മത്തെ സേവിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അപ്പം അവൻ തന്നെയാണ് ശ്രേഷ്ഠൻ. ബ്രഹ്മത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അവൻ ശ്രേഷ്ഠനാണ്. യോഗി കാമകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠനാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തി സ്വന്തം ഞാനെന്ന ആഗ്രഹം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന, അല്ല എനിക്ക് വേണ്ടി എന്ന് പ്രവർത്തിക്കുന്ന സാധാരണ ജനങ്ങളെക്കാട്ടിയും എത്രയോ മെച്ചമാണത്. ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ വല്ലവരും എനിക്കെന്ന ചിന്തയില്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അതിനാൽ നീ യോഗിയാവുക. അതുകൊണ്ടാണ് അർജുനനോട് പറയുന്നത്, നീ യോഗിയാവുക. നീ എന്തിനു വേണം? നിനക്കെന്ന ചിന്ത ഉപേക്ഷിച്ച് നീ ഈ അധർമ്മികളെ, അവർ ബന്ധുവോ എന്തോ ആകട്ടെ, അവരെല്ലാം ബ്രഹ്മത്തിൻ്റെ അംശമായി കണ്ടുകൊണ്ട് നീ അവരെ വധിക്കുക. അധർമ്മികളെ വധിക്കുക എന്ന് തന്നെയാണ് ഉപദേശിക്കുന്നത്. അപ്പം മനുഷ്യൻ എന്ത് വേണം? ലോക നന്മക്കായിക്കൊണ്ട് നമ്മുടെ ജീവിതം മാറ്റിവെക്കണം. അതാണ് യോഗി. ലോക നന്മക്കായി വേണ്ടി നമ്മൾ സൃഷ്ടിച്ചതിനുള്ള ഒരു കാര്യമുണ്ട്, ഒരു കർമ്മമുണ്ട്. ആ കർമ്മം നമുക്ക് വേണ്ടി എന്നല്ല എന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്തു കൊടുത്തുകൊണ്ട് യോഗിയായി തീരുക. അർജുനനോടും പറയുന്നത് ഇതാണ് നിനക്ക് വിധിച്ചത്. അല്ലാതെ മറ്റേതൊന്നും നീ പോയാലും കിട്ടാനൊന്നും പോകുന്നില്ല. എത്രയോ ജന്മങ്ങൾ എടുത്താലേ ചിലപ്പോൾ അതിലൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്? അവനവൻ്റെ കർമ്മം ചെയ്ത് തീർത്തു കൊടുത്തു. അതും യോഗ തന്നെയാണ്. അതാണ് കർമ്മയോഗം. നീ അതിലൂടെ പോവുക. എന്നിട്ട് 47 വെച്ച് സകല യോഗത്തിലും വെച്ച് എന്നിൽ ഉറച്ച മനസ്സോടെ ശ്രദ്ധാപൂർവം എന്നെ വിളിക്കുന്നവർ അവനാണ് സർവശ്രേഷ്ഠൻ. അപ്പൊ സർവ യോഗങ്ങളിലും വെച്ച്, ഇതുവരെ പറഞ്ഞ എല്ലാത്തിലും വെച്ച് എന്നിൽ ഉറച്ച മനസ്സോടെ ശ്രദ്ധാപൂർവം എന്നെ ഭജിക്കുന്നവൻ, ഭജിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കായി എല്ലാ കർമ്മങ്ങളും ചെയ്യുക എന്ന അർത്ഥത്തിൽ ഇവിടെ എടുക്കണം. അപ്പം പല യോഗങ്ങളുണ്ട് ബ്രഹ്മവുമായിട്ട് ചേരാൻ വേണ്ടിയിട്ട്, ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഉണ്ടെങ്കിൽ ഇവിടെ പലതും പറഞ്ഞല്ലോ. ജ്ഞാനത്തിലൂടെ നേടാം, എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാം, യോഗയിലോട്ട് വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിലെല്ലാം പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ശ്രേഷ്ഠൻ എന്താണെന്ന് വെച്ചാൽ എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ആ ബ്രഹ്മത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, എന്നിൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അത് നമ്മിലുള്ള ആ ആത്മാവ് തന്നെയാണ്. നമ്മളെ ഉള്ളിൽ നമുക്ക് സൃഷ്ടിക്ക് കാരണമായി തീർന്ന ആ ശക്തിവിശേഷം, നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന ആ ശക്തിവിശേഷത്തിൽ ഉറച്ച മനസ്സോടെ, അതിൽ ഉറച്ച മനസ്സുറപ്പിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം ഭജിക്കുക. എന്താണ് അതിനു വേണ്ടത് സാധിപ്പിച്ചു കൊടുക്കുക. ആ തരത്തിൽ കർമ്മം ചെയ്യുക. അവനാണ് സർവശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ് അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിനക്കപ്പോൾ എന്താണ്, ഞാൻ പറയുന്ന മാതിരി ഞാൻ പറഞ്ഞ വഴിയിലൂടെ നീ മുന്നോട്ടേക്ക് നീക്കുക. അതാണ് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്.